നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും വഴിനിർത്തുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലവനായ ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് 5-ാം ഞായറാഴ്ച വരുന്നു. മാതാവിൻ്റെ ജന്മപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് 1-ാം ഞായറാഴ്ച വരുന്നു. മാതാവിൻ്റെ ജനനവും വാങ്ങിപ്പിൻ്റെയും 2 വിഷയങ്ങൾ ഒരുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, കഴിഞ്ഞ ദിവസത്തെ ബുധനാഴ്ചത്തെ ധ്യാനത്തിൽ കിട്ടിയ സന്ദേശങ്ങൾ നമ്മുടെ സ്വയപരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. പരിശുദ്ധ മാതാവ് എത്തിയെടുത്തെത്തുവാൻ മാതാവ് ജനിച്ചതുപോലെ നമുക്ക് ജനിക്കാനൊക്കില്ല. അത് നമ്മുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും ബലഹീനത കൊണ്ടാണ്. നമുക്ക് അവർക്ക് ക്ഷമ കൊടുക്കാം. 1-ാം ജന്മത്തിൽ നമുക്കെല്ലാം കെടുതികളുണ്ട്. പരിശുദ്ധ കന്യമറിയാമനെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ ലഭിച്ചു. അവർ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിച്ച് വേദനിച്ചവരാണ്. ഒത്തിരി പരിഹാസമേറ്റു. പള്ളിയിലെ അച്ഛന്മാരെ ദമ്പതികളെ പരിഹസിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എന്താ കുഞ്ഞുങ്ങളുണ്ടാകും, നിങ്ങൾ ശാപം കൊണ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം യൂയാക്കീമും ഹന്നായും ഒത്തിരി സഹിച്ചതാണ്. അവരപ്പോൾ പിന്മാറിപ്പോകാതെ പുറകുറുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനും തന്നെത്താൻ വിനയപ്പെടുത്തുവാനും അനുദപിക്കുവാനും നോൻപെടുത്തുവാനും പ്രാർത്ഥിക്കുവാനുമാണ് ആ നിന്നയെ പ്രയോജനപ്പെടുത്തിയത്. ആ നിന്നയുടെയും ഏകാന്തതയുടെയും ദുഷിയുടെയും വഴിയുടെയും മധ്യത്തിൽ യൂയാക്കീം ഹന്നായും മരുഭൂമിയിൽ ഏന്തോട്ടം പണിതുവെന്നാണ് കഴിഞ്ഞ ദിവസം ബുധനാഴ്ച നമ്മൾ കേട്ടതായ ഒരു സന്ദേശം. യെശയ്യാ 51. നമുക്കുണ്ടാകുന്ന ഏകാന്തതകൾ, മരുഭൂമിയുടെ അനുഭവങ്ങൾ, ഇവ നമ്മുടെ വല്യമ്മച്ചിയായ ഹവ്വ നഷ്ടപ്പെടുത്തിയ ഏന്തോട്ടം തിരികെടുക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമാണെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൃപായുഗത്തിൽ ആദ്യമായി നഷ്ടപ്പെട്ടതായ ഏന്തോട്ടത്തെ തിരിച്ചെടുക്കുവാൻ മരുഭൂമിയെ പ്രയോജനപ്പെടുത്തിയവരാണ് പരിശുദ്ധ കന്യമറിയാമന്റെ മാതാപിതാക്കൾ. അവര് 2 പേരും മാറിയിരുന്നു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ അവരുടെ പൂർവ്വശാപങ്ങൾ മാറുവാൻ പ്രാർത്ഥിച്ചു. പൂർവ്വരിലൂടെ കടന്നു വന്ന എല്ലാ ശാപങ്ങളും ദോഷങ്ങളും മാറി മനുഷ്യജാതിയിലൂടെ ശാപം മാറ്റുന്ന പാപപ്പാമന്റെ അരയൊലിക്കുന്ന ആ ദൈവത്തിന്റെ ഭക്തി നടപ്പിലാകാൻ പറ്റിയ ഒരു കുടുംബമായി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് കന്യമറിയാൻ ജനിക്കുന്നത്. കന്യമറിയാവുന്ന ജനത്തെക്കുറിച്ചും മാലാഖയുടെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരും. പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് നേരത്തെ പുത്രിയായിട്ട് നേരത്തെ ഫലമായി ദൈവം തരാൻ പോകുന്നയാള് ദൈവത്തിന്റെ രക്ഷണീയ പ്രവർത്തനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നയാളായിരിക്കും എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അവിടെ നോമ്പ് കഴിഞ്ഞ് തിരികെ വന്ന് പുതുക്കിയ യൗവനത്തോടെ അബ്രഹാമിനും സാറായ്ക്കും യൗവനം പുതുക്കിയിട്ട് ഇസ്ഹാക്കിനെ കിട്ടിയതുപോലെ പുതുക്കിയ യൗവനത്തിൽ ദൈവം കൊടുത്തതാണ് മറിയാം എന്ന പേരിലുള്ളതായ ആ കന്യക. ആ മറിയാമിനെ അങ്ങനെ അവർ നേർച്ച പുത്രിയായി സ്വീകരിച്ച് വളർത്തി 3 വർഷങ്ങൾ പാല് കൊടുത്ത് വളർത്തിയതിന് ശേഷം ഈ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടയാക്കി പള്ളിയിൽ സന്തോഷത്തോടെ പ്രായപൂർത്തിയാകുന്നവർ താമസിച്ച കാര്യവും മാതാവിൻ്റെ ജീവിതത്തിലുണ്ട്. ആ മാതാവ് ദൈവേഷം ചെയ്യുവാൻ വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുപോലെ മരുഭൂമിയിൽ ഏകാന്തോട്ടം പണിയുവാൻ മാതാവിൻ്റെ ഏകാന്തതകളും എല്ലാം പ്രയോജനപ്പെടുത്തി. അങ്ങനെ ആ കന്യമറിയാമിലൂടെ യൂയാക്കീമിലെയും ഹന്നായിലൂടെയും ഒക്കെ ലഭിച്ചതായ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കുന്നതായിരുന്നു മാതാവിൻ്റെ ജനനത്തിലാണ്. നമുക്കതുപോലെ ഒരു ജന്മം കിട്ടാഞ്ഞുകൊണ്ട് അപ്പനെ അമ്മയും നമ്മൾ ദുഷിക്കേണ്ട, വെറുക്കണ്ട. അവർക്ക് അത്രേ പറ്റിയുള്ളൂ. 1-ാം ജന്മം നമുക്കെല്ലാം കെടുതിയിലുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ജനിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് നമുക്ക് പ്രത്യാശ നൽകിയിരിക്കുക. 1-ാം ജന്മത്തിൻ്റെ ശാപങ്ങളും കെടുതികളും മാറുവാൻ 2ാമത് ജനിക്കുവാൻ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ മതി. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ സാധിക്കും. അവർ ദത്തുമക്കളായി സ്വീകരിക്കപ്പെടുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ മാമോദിസയായപ്പോൾ അതുകൊണ്ടാണ് പിശാചിനെ ഉപേക്ഷിച്ച് മെസ്സിയായെ സ്വീകരിച്ചത്. അപ്പോൾ മെസ്സിയായെ സ്വീകരിക്കുന്നവർക്ക് ദത്തുമക്കളാകാനും അങ്ങനെ കർത്താവിൻ്റെ ഏകജാതിൻ്റെ മണവാട്ടിയായി തീരാനുള്ള വലിയ ഭാഗ്യമാണ് കൃപായുഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാതാവിനെ പോലെ എടുക്കപ്പെടണമെങ്കിൽ മാതാവിനെ പോലെ നമ്മൾ യേശുവിനെ സ്വീകരിക്കണം. യേശുവിനെ വഹിക്കണം. യേശുവിനെ വഹിച്ചാൽ യേശു നമ്മളെ വഹിച്ചുകൊണ്ട് പൊക്കോളും എന്നുള്ള പ്രത്യാശയിൽ കൃപായുഗത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇനി നമ്മൾ മാംസമായിട്ടവരാണെങ്കിലും വീണ്ടും ജനിച്ചവരാണെങ്കിലും സഭയിൽ ജീവിക്കുന്നവരാണെങ്കിലും ഒത്തിരി വാക്തത്വങ്ങൾ ഉണ്ടെങ്കിലും ശാപം മാറുന്നില്ല, ക്ഷാമം മാറുന്നില്ല. എന്താ കാരണം? അതായിരുന്നു ഇന്നത്തെ വിഷയം. ഇത്രയെല്ലാം ഒത്തിരി സാധ്യതകളും ഒത്തിരി വാക്തത്വങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും ആത്മീയവും മാനസികവും ശാരീരികവുമായ ക്ഷാമങ്ങൾ നമുക്ക് മാറുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിന് ഇന്നലെ 2 വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി.
2 ശമൂവേൽ 21 അധ്യായം. 2 ശമൂവേൽ 24 അധ്യായത്തിന്റെ ഇണവാക്യമായിട്ടാണ് യോശുവയുടെ പുസ്തകം 7 അധ്യായമായി. ആ ഇണവാക്യങ്ങൾ ചേർത്ത് വെച്ച് ചിന്തിച്ചപ്പോൾ എല്ലാ തലമുറയിലും എല്ലാ കാലങ്ങളിലും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് ദൈവം എത്ര സമ്പന്നനായിട്ട് നമുക്ക് എത്ര വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും ക്ഷാമം മാറാത്ത അവസ്ഥ. ആത്മീയവും മാനസികവും ശാരീരികവുമായ ക്ഷാമങ്ങൾ നമ്മളെ ഇന്നും അസ്വസ്ഥരാക്കിയിരിക്കുന്നത്. അതിൻ്റെ കെടുതികളാണ് നമ്മളെ ഈ വ്യാഴാഴ്ച ദിവസം ഈ സങ്കേതം വായിപ്പാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ വന്നിരിക്കുന്നവർക്കെല്ലാം നിങ്ങളുടേതായ ക്ഷാമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. കർത്താവ് നമ്മളെ എന്നും സന്തോഷിപ്പിക്കാനാണ് വന്നതെങ്കിലും നമുക്കെന്നും ദുഃഖമുണ്ട്. സമ്പന്നനായ ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദത്തുമക്കളായി നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിലും നമുക്ക് ക്ഷാമമുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നാണ് ഇന്നലെ നമ്മൾ കേട്ടത്. അപ്പോൾ തിരുവചനെ വിളിച്ചിട്ട് നമ്മൾ സ്വയപരിശോധന ചെയ്ത് ശാപങ്ങൾ വരുന്ന വഴി അടച്ച് അനുഗ്രഹങ്ങൾ വരുന്ന വഴി തുറന്ന് അങ്ങനെ മാതാവ് കർത്താവിനെ വഹിച്ചതുപോലെ നമുക്ക് കർത്താവിനെ വഹിക്കേണ്ട കാലം പൂർത്തിയായോ? കർത്താവ് നമ്മളെ വഹിച്ചുകൊണ്ട് പോകുന്ന കാലം സമീപമായിരിക്കുന്നു. അത് നമ്മൾ ആ കൂട്ടത്തിൽ കാണുമോ? ഇതൊക്കെയും പരിശോധിക്കുവാൻ ആണ് മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിന് ശേഷം 5-ാം വാരം വരാൻ പോകുന്ന ഞായറാഴ്ച വരാൻ പോകുന്ന കാര്യം ഓർപ്പിക്കുന്നു. അതിൻ്റെ ഒരുക്ക ധ്യാനമായി ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയും നമ്മൾ പഠിക്കുകയാണ്. 2 ശമൂവേൽ 21 അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കേട്ടതും ഇന്ന് വായിച്ചു കേട്ടതും ക്ഷാമം വന്ന വഴികളെക്കുറിച്ചാണ്. 2 ശമൂവേൽ 21 അധ്യായത്തിൽ ഇസ്രായേൽക്കാർ പാലും തേനും ഒഴുകിയ ദേശത്ത് എത്തിച്ചേർന്നു. യോശുവയും കാലേബും അവർക്ക് ആ വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കുവാൻ അവരെ സഹായിച്ചു. എന്നാൽ അവർ പിന്നെ ക്ഷാമം വന്നതായിട്ടാണ് വരുന്നത്. അവർ പിന്നെ അടിമകളാകുന്നുണ്ട്, പിന്നെ ക്ഷാമങ്ങളുണ്ടാകുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരെ പഴയ വഴിയിലേക്ക് തിരികെ പോയപ്പോൾ വിഗ്രഹാരാധികളും അന്യദേവനെ ആരാധിക്കുന്നവരും കള്ളസത്യം ചെയ്യുന്നവരും ദൈവനാമം വൃഥാ എടുക്കുന്നവരൊക്കെ ആയി അവർ അധപ്പതിച്ചു പോയപ്പോൾ അവരെ വീണ്ടും അന്യജാതിക്കാരയിൽ അടിമകളായിട്ട് വിട്ടിട്ട് അവർ കിടന്ന് കരയുമ്പോൾ പിന്നെ ന്യായാധിപന്മാരെ അയച്ച് രക്ഷിക്കുന്ന പരിപാടി ദൈവം തുടങ്ങി. അങ്ങനെയാണ് ശമൂവേൽ ന്യായാധിപനായി വന്നത്. അതിനുശേഷം പല 10-12 ന്യായാധിപന്മാർ ആ കൂട്ടത്തിൽ ഒന്നിന് പലരും വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് അവർക്ക് ശമൂവേലിൻ്റെ കാലം കഴിഞ്ഞപ്പോഴാണ് രാജാവിനെ വേണമെന്ന് തോന്നിയത്. അതൊരു അത്യാഗ്രഹമായിരുന്നു. ദൈവം തന്നെ അവിടെ രാജാവായിരുന്നപ്പോൾ അവർക്ക് അയലോകക്കാരെ നോക്കി ഞങ്ങൾക്ക് രാജാവില്ലെങ്കിൽ ഒരു മോശമാണ്, വൃത്തികേടാണ്, ഞങ്ങൾക്ക് ഒരു രാജാവ് കിട്ടിയേ മതിയാവുന്ന പിടിച്ചോളാൻ പറഞ്ഞു കൊടുത്തതാണ് ശൗൽ രാജാവ്. ശൗൽ രാജാവ് ദുരാത്മവാസനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാൻ കഴിയാതെ രാജസ്ഥാനം കൈ കിട്ടിയപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം രാജസ്ഥാനത്തെ ദുർവിനിയോഗം ചെയ്ത ആളാണ്. അങ്ങനെ ഉണ്ടായ ഒരു കേസാണ് പിന്നീട് അവർക്ക് വലിയ നാശമായി ഭവിച്ചെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ്. ശൗൽ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് ശൗൽ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം ബുദ്ധിയിൽ ചെയ്തതായ ഒരു കാര്യം പിന്നീട് അടുത്ത തലമുറക്കാർക്ക് വലിയ ക്ഷാമമായി തീർന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു അത്? അത് യോശുവയുടെ പുസ്തകം ഇന്ന് എത്രാം അധ്യായം വായിച്ചത്? യോശുവ 9-ഉം 2 ശമൂവേൽ 21-ഉം ദീർഘമായ 2 അധ്യായങ്ങളാണ്. അത് ഒരു പ്രാവശ്യം ഇപ്പോൾ വായിച്ചു, കഴിഞ്ഞ ദിവസം വായിച്ചു. പക്ഷേ ഇനിയും വായിച്ചാൽ മാത്രമേ വളരെ ശ്രദ്ധയോടെ സമയമെടുത്ത് വായിച്ചാൽ അതിൻ്റെ എല്ലാ സന്ദേശവും നമുക്ക് പിടികിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ചുരുക്കം ഇങ്ങനെയാണ്. അത്യാഗ്രഹത്തോടെ ജനങ്ങൾ ചോദിച്ചു വാങ്ങിച്ച ശൗൽ രാജാവ് തന്നെ അവന് ശല്യമായി തീർന്നു. ആ ശൗൽ രാജാവ് തന്നെ അമാലേക്കിലുള്ള യുദ്ധത്തിൽ സന്ദേശപ്രകാരം ജയിച്ച് മത്സരത്തിൻ്റെ ആവ്യാജദോഷം ഉണ്ടായി ദുരാത്മബാധനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആത്മഹത്യ ചെയ്തിട്ട് രാജാഞ്ഞത് വിളിച്ചു വരുത്ത ഒരാളെ കൊണ്ട് ഒരു അമാലേക്കിനോട് തന്നെ കൊല്ലിക്കേണ്ടി വന്നു. ആ ശൗൽ രാജാവ് ചെയ്ത ഒരു അനർത്ഥം, ഒരു കുഴപ്പം അടുത്ത തലമുറയ്ക്ക് എങ്ങനെ ദോഷമായി ഭവിച്ചു എന്നാണ് 2 ശമൂവേൽ 24 നമ്മൾ വായിക്കണം. 2 ശമൂവേൽ ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇത് കേൾക്കണം. 2 ശമൂവേൽ 21 ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. അപ്പൊ ശൗലിന്റെ കാലം കഴിഞ്ഞു, ദാവീദിന്റെ കാലം വന്നപ്പോൾ എന്തുകൊണ്ട് ക്ഷാമം മാറുന്നില്ല? അപ്പൊ ക്ഷാമം മാറാത്തവർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഏതെല്ലാം ക്ഷാമമാണ്? ആത്മീയം, മാനസികം, ശാരീരികമായ ക്ഷാമങ്ങൾ വേണ്ടിയില്ല, വേണ്ട പോലെയില്ല. ഏറ്റവും വലിയ ക്ഷാമം സ്നേഹത്തിന്റെ ക്ഷാമമാണ്. ഇന്ന് ആരാധന ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അതിരാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിധവയായ അമ്മച്ചിയുടെ സങ്കടം ഫോണിൽ കൂടെ കേൾക്കാനിടയായി. വിധവയാണോ? ഇന്ന് ടി വിയിൽ കൂടെ
ഒരു ധ്യാനത്തെ സംബന്ധിച്ചപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ആസ്വദിച്ച് സന്തുഷ്ടയായ ഒരു ഭാര്യയുടെ സാക്ഷ്യം അതിനകത്ത് കിട്ടും. എനിക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടായിരുന്നെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് അതെല്ലാം എനിക്ക് ആശ്വാസകരമായി സന്തോഷകരമായ നന്ദിയോടെ ഒരു ഭാര്യ സാക്ഷ്യം പറഞ്ഞത് കേട്ടപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ഒട്ടും കിട്ടിയിട്ടില്ലാതെ അസൂയയോടും സംശയരോഗത്തോടും കൂടെ ക്യാൻസർ പിടിച്ച് മരിച്ചുപോയ ഒരു ഭർത്താവ് ഒട്ടും സ്നേഹം എനിക്ക് തന്നില്ലല്ലോ, ഞാൻ ആ വീടിനോട് ഒത്തിരി കഷ്ടപ്പെട്ടല്ലോ, കിട്ടിയ സമ്പാദ്യം മുഴുവൻ നേടായി കൊണ്ട് കൊടുത്തതാണ്, നീ ചുവേ പിള്ളേരെ വളർത്താനത്തില്ല, കിട്ടിയ സമ്പാദ്യം ശരിക്കും ആസ്വദിക്കാനത്തില്ല, അതെല്ലാം അയാളെ കൊടുക്കും, അയാൾ അയാളുടെ കുടുംബമാർക്ക് കൊടുക്കും, മിച്ചം കിട്ടുന്നു അത് വീട് കിട്ടും. ജീവിതകാലത്ത് ഒരിക്കലും സ്നേഹം ആസ്വദിക്കാൻ കഴിയാതെ പോയ ഒരു ഭാര്യ ക്ഷാമം അനുഭവിച്ചത് സ്നേഹത്തിൻ്റെ ക്ഷാമമായിരുന്നു. രണ്ടുപേരും ഡോക്ടർമാരായിരുന്നു, രണ്ടുപേർക്ക് ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ ആ ശമ്പളം കൊണ്ട് സംതൃപ്തി ലഭിച്ചിട്ടില്ല. അത് ഉദ്ദേശിക്കുന്നതല്ല പോകുന്നത്, ഉദ്ദേശിക്കാതെ അവർ അപഹരിച്ചുകൊണ്ട് പോയി. പെണ്ണന്മാർ വന്ന് ആങ്ങളെ മണിയടിച്ച് അവിടെ പൈസ ഇല്ലാതെ കൊണ്ടുപോകും. പിന്നെ ക്ഷാമവും രോഗവും അസ്വസ്ഥതയും ഈ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ടി വിയിൽ കൂടെ സ്നേഹം ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു ഭർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ആ ഭാര്യ സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ ഭാര്യ, ഈ വിധവയായ ഭാര്യ നെഞ്ചത്തടിച്ച് കഴിഞ്ഞെങ്കിൽ എനിക്ക് അമ്മയൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞ അന്നേരം ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ കിട്ടിയ സന്ദേശങ്ങൾ അവർക്ക് ആശ്വാസമായി കർത്താവ് കൊടുത്തു. നിന്റെ അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കുന്ന ദൈവം അവർക്ക് കിട്ടാത്തത് കൊടുക്കുവാൻ വീട്ടിലേക്ക് കടന്നു വരുന്ന കാര്യം ഓർത്ത് ധ്യാനമന്ദിരത്തിലൂടെയും സങ്കേതഭവനത്തിലൂടെയും ഭർത്താവിന് ഒരു സ്നേഹം കിട്ടിയില്ലെങ്കിലും കർത്താവ് പല വിധത്തിൽ ആരാധനയിലൂടെയും ധ്യാനത്തിലൂടെയും വചനത്തിലൂടെയും ആശ്വാസം തന്നപ്പോൾ ഭർത്താവിനേക്കാളധികം ഭർത്താവ് നല്ലവനാണെന്ന് ചോദിച്ചാലേ കത്തല്ലോ എന്ന് പറഞ്ഞ് കണ്ണു പറഞ്ഞ് സന്തോഷത്തോടെ ആനന്ദത്തോടെ പ്രാർത്ഥിച്ച് ഇന്നത്തെ സ്തോത്ര കുർബാനയ്ക്കൂടെ വരാൻ ഒക്കെയില്ലെങ്കിലും അവരെ ആത്മാവിലൂടെ ഉണ്ടെന്ന് കാര്യം ഓർപ്പിക്കണം. അതുപോലെയുള്ള പല ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും ഇവിടെ ഇരിപ്പുണ്ട്. പ്രതീക്ഷിച്ച സ്നേഹം, പ്രതീക്ഷിച്ച സംരക്ഷണം, പ്രതീക്ഷിച്ച അംഗീകാരം കിട്ടേണ്ടത്തിൽ നിന്ന് കിട്ടാതെ വന്ന ഇച്ഛാഭംഗവും മോഹഭംഗങ്ങളുമായി ദുഃഖിക്കുന്ന അനേകരുണ്ട്. അവരുടെ എല്ലാം ഇടവിൽ നിന്ന് അവരില്ലാത്തത് കിട്ടാതെ പോയത് സ്വർഗത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുവാൻ കർത്താവ് ഇന്നും സമീപസ്ഥനായിട്ടുണ്ട്. ഇമ്മാനുവേൽ അതെല്ലാം പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവനാണെന്നുള്ള കാര്യമാണ് ഇന്നത്തെ സന്ദേശം നമുക്ക് തരുന്നത്. മാതാവിന് പറയാനുള്ളതാണ്. മാതാവ് ഒരു കന്യയായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിന് നല്ലൊടിയിൽ ആശ്വാസപ്രദൻ മാതാവിനെ ഒരു ഗർഭം ധരിക്കുന്നതിൻ്റെ സുഖവും ഒരു കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നതിൻ്റെ സുഖവും ആ കുഞ്ഞിനെ സ്നേഹം ആസ്വദിക്കുന്ന സുഖവും അമ്മയ്ക്ക് കിട്ടി. കന്യയാണ്, കല്യാണമൊക്കെ നടന്നുകൂടില്ല. ഭർത്താവുമായിട്ടുള്ള കല്യാണം ഓർത്ത് നടന്ന കല്യാണം നടന്നിട്ടില്ല. എന്നാൽ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും സംരക്ഷണയും യോസേഫിൽ നിന്ന് കിട്ടി. അവർ വിവാഹം തന്നെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഈ മാതാവിനെ ഈ കുഞ്ഞിനെ പൊന്നുപോലെ കൊണ്ട് നടന്നു വളർത്തി. ഭർത്താവിന് കിട്ടേണ്ട അംഗീകാര സംരക്ഷണ സ്നേഹം ഈ മാതാവിന് കിട്ടിയ പോലെ ആദ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഭാര്യയിൽ നിന്നോ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ തിരുക്കുടുംബത്തിലേക്ക് പോയാൽ മതി. ആ തിരുക്കുടുംബത്തിലെ മാതാവും യോസേഫും കർത്താവിനോട് പറയുന്നു, ലോകപ്രകാരം അവർ മൂന്നുപേരും ഒരു ബന്ധവുമില്ല, എന്നാൽ അവർ മൂന്നുപേരും ഒന്നിച്ചാൽ താമസിക്കുമ്പോൾ ഇതുപോലെ സ്നേഹം കൊടുക്കാനും വാങ്ങിക്കാനും അംഗീകരിക്കാനും സാധിച്ചൊരു കുടുംബം ഉണ്ടായിട്ടില്ല. ബന്ധം ഉണ്ടായിട്ട് എന്നാ കാര്യം, കെട്ടിച്ചിട്ട് എന്നാ കാര്യം. കർത്താവ് ഇല്ലെങ്കിൽ ഒന്നും പ്രയോജനപ്പെടുകയില്ല. ഏത് ക്ഷാമം വരുന്നതും ആ ക്ഷാമത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അത് പരിഹരിച്ചിട്ട് എല്ലാവരെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നവരാക്കാൻ വേണ്ടി ദൈവം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന കാര്യം ഓർത്ത് തിരുക്കുടുംബം നമ്മളെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആ തിരുക്കുടുംബത്തിൻ്റെ ആശ്വാസം ആവശ്യമുള്ളവർക്ക് പരിഭവങ്ങളും പരാതികളും പിൻവലിച്ചിട്ട് കർത്താവ് നീ എനിക്ക് മതിയായവനാണ്, എല്ലാ ക്ഷാമത്തിലും ക്ഷേമമായി പോറ്റാൻ കഴിവുള്ള കർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നു, എല്ലാ പരിഭവവും ഞാൻ പിൻവലിച്ചിരിക്കുന്നു, എനിക്ക് ആരോടും പരിഭവം, എനിക്ക് കർത്താവിനെ കിട്ടിയാൽ മതി. ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടിയാണ് നമുക്ക് പരിശുദ്ധ കുർബാന. 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 23 വരെ. യേശു ജനത്തെ വിളിച്ച് അവരോട് അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കേട്ട് ഗ്രഹിക്കുകയും പുറമേ ഉള്ളതൊന്നും തന്നെ മനുഷ്യനിൽ പ്രവേശിച്ച് അവനെ അശുദ്ധനാക്കുവാൻ കഴിയില്ല. പിന്നെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു ജനത്തെ വിട്ട് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ ശിഷ്യന്മാർ ആ ഓമനെക്കുറിച്ച് ചോദിച്ചു. അവൻ അവരോട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ ഇത്ര പോഷന്മാരോ, പുറത്തുനിന്ന് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ?
എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഹൃദയത്തിലേക്കല്ല ഉദയത്തിലേക്കത്ര അവ പ്രവേശിക്കുന്നത്. പിന്നെ വെടുപ്പ് വരുത്തി വിസർജിക്കപ്പെടുന്നു. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അതായത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ദുർവിചാരങ്ങൾ, വ്യഭിചാരം, വേശ്യാവൃത്തി, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൈവദോഷം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ തിന്മകളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. ഒരു സ്വല്പസമയിരിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെയുള്ള കാര്യങ്ങളിൽ നമ്മളെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ അശുദ്ധി കൊണ്ട് നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയുവാനെന്ന് 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു. 73-ാമത്തെ സങ്കീർത്തനം തുടങ്ങുന്നത് നല്ല ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് നന്മ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവം നല്ലവനാണെങ്കിലും ദൈവം സ്നേഹമാണെങ്കിലും ആ നന്മയോ സ്നേഹമോ നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ ഹൃദയം അശുദ്ധമായിരിക്കും. നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കി അശുദ്ധാത്മാക്കൾ മാറിയെങ്കിലേ വിശുദ്ധാത്മാവിനെ അതിൽ പ്രവേശിച്ച് നമ്മൾ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ നെല്ലടിയിൽ യേശുക്കുഞ്ഞിനെ വളർത്താനും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ കാറ്റിടയിൽ നമ്മുടെ ഉള്ളിൽ പരാഗണം നടന്ന് അനേക ദൈവമക്കളെ നമുക്ക് തന്നെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയുന്ന കാര്യവും തിരിച്ചറിയാൻ ഹൃദയശുദ്ധി ആവശ്യമാണ്. മറിയാമിന് ആദ്യമായി തങ്ങൾ കന്യകയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റിടയിലും ചിറകടിയിലും പരിശുദ്ധാത്മാവിന്റെ നിഴലടിയിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിയിൽ വചനമാകുന്ന പൂമ്പടി തന്റെ പുണ്യവൃക്ഷത്തിൽ സ്വീകരിച്ച് യേശു കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിയും. യേശുവിനെ അങ്ങനെ സ്വീകരിച്ചപ്പോൾ ദൈവമകൾ എന്ന നിലയിൽ സ്വർഗത്തിലെ പിതാവിന്റെ സ്നേഹം മുഴുവൻ തന്നെ ആസ്വദിച്ചു. ആ യേശുവിനെ വളർത്തി സ്വർഗാരോഹണം ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തിയിൽ 120 പേർക്ക് പരിശുദ്ധാത്മ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞിന്റെ ലഹരി ആസ്വദിച്ച് നന്മ ചെയ്യാനുള്ള ശക്തിയായി അവർക്ക് മാറി. ആത്മഫലം വിളയിച്ചിട്ട് അത് ആയിരക്കണക്കിന് പേർക്ക് വിതരണം ചെയ്തപ്പോൾ അവർക്ക് ആ കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിച്ചിട്ട് 3000 പേർ മനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിച്ചു. അവർ ദൈവത്തിന് ദൈവമക്കളായി മാറി. ദൈവമക്കളുടെ അനുഗ്രഹങ്ങൾ അവർ അത് ആവോളം ആസ്വദിച്ചു. അവർ വലിയ സന്തോഷത്തോടെ 3000 പേർ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നു. അവർ അഭിഷേകത്തിനായി കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്കും കിട്ടി. അവർ അന്യഭാഷയെ സംസാരിച്ചു. ആ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന അന്യഭാഷയായിരുന്നു. അവർക്കെല്ലാം അത് സ്നേഹത്തിന്റെ ഭാഷയായി. അംഗീകാരബോധവും വിജയബോധവും സംരക്ഷണബോധവും ഉണ്ടായിട്ട് അവർ ക്ഷാമം മാറി. 3000 പേര് ക്ഷാമം മൂത്തിട്ടാണ് ആ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയം അവിടെ എത്തിയത്. പക്ഷേ ആത്മനിറവുള്ള 120 പേരുടെ കൂട്ടായ്മയിൽ പത്രോസിന്റെ ആത്മാവിലുള്ള പ്രസംഗവും കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ക്ഷാമം മാറി. ക്ഷാമം മാറാൻ കാര്യം എന്താ? ശാപം മാറി. ശാപം മാറാൻ കാര്യം എന്താ? പാപങ്ങൾ അവർ ഏറ്റു പറഞ്ഞു. ഉടനെ തന്നെ അവർ സ്നാനം വെച്ചു. അവരെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു. പുതിയ മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ നടത്തി. അങ്ങനെ അവർക്ക് നല്ല മനസാക്ഷി ഉണ്ടായി. പാപബോധം വന്നു. നല്ല തീരുമാനമെടുത്തു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവരും ആത്മാവിലായി. അവരെ കണ്ടവരെ സഭയോട് ചേരാൻ തുടങ്ങി. ആയിരക്കണക്കിന് പേര് സഭയോട് ചേർന്നു. സഭയുടെ അടിസ്ഥാന കല്ലുകളായി അവർ പണിയപ്പെട്ടുകൊണ്ടായിരുന്നു. നമുക്ക് പെന്തക്കോസ്ത് പെരുന്നാൾ എത്ര കഴിഞ്ഞിരിക്കുന്നു? മാതാവിന്റെ ഓർമ്മ പെരുന്നാളും പെരുന്നാളും കഴിഞ്ഞു. നമ്മുടെ സ്തുതി എന്താ? നമ്മുടെ ക്ഷാമം എന്നാ മാറാത്തത്? നമ്മുടെ അശുദ്ധി എന്താ മാറാത്തത്? നമുക്ക് എന്തുകൊണ്ട് കർത്താവിൽ രസിക്കാൻ കഴിയുന്നില്ല? ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിച്ചിട്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചോളാൻ, വിചാരപ്പെടാതെ എല്ലാം സ്തോത്രത്തോടെ അറിയിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ആ പ്രഭാവം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യം മാത്രം ചിന്തിച്ച് വേണ്ടാത്ത കാര്യങ്ങളെ സ്തോത്രം കൊണ്ട് ഓടിച്ച് സ്തുതി കൊണ്ടും സ്തോത്രം കൊണ്ടും ആരാധന കൊണ്ടും ആത്മഫലങ്ങൾ വിളയിച്ചിട്ട് സമാധാനത്തിൽ ദൈവം കൂടെ ഇരുത്തുന്ന അനുഭവം. സമാധാനത്തിൽ ദൈവം കൂടെ ഇരുന്ന സമാധാനം നദി പോലെ വരുമെന്നും ആ നദി പോലെ വരുന്ന സമാധാനത്തെ തീരുവാൻ നമ്മുടെ ഹൃദയം സമുദ്രം പോലെ വിശാലമാകുമെന്ന് നമ്മൾ പലവാഴ്ചയും പഠിച്ചതാണ്. ഈ അനുഭവത്തിനെല്ലാം തടസ്സം എന്താ? നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും അശുദ്ധാത്മാക്കൾ കൂടിയിരുന്ന് അതിനെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ അശുദ്ധാത്മാക്കളുടെ അവകാശം തീരാമെങ്കിൽ വിശുദ്ധാത്മാവിന് അവകാശം ലഭിക്കും. ആ വിശുദ്ധാത്മാവിന് നിറയാമെങ്കിൽ അത് നമുക്ക് സംതൃപ്തിയും എല്ലാം നൽകും. അംഗീകാരബോധവും വിജയബോധവും സംരക്ഷണബോധവും നൽകിയിട്ട് എന്നും സന്തോഷിക്കുവാനും സന്തോഷിപ്പിക്കാനും സാധിക്കും. ആര് സ്നേഹം തന്നില്ലെങ്കിലും സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും. ഈ മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന പോലെ തന്നെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലും പറയുന്ന കാര്യം മറ്റുള്ളവർ ഇങ്ങോട്ട് വരാത്തത് അങ്ങോട്ട് കൊടുക്കാൻ വേണം. പരിശുദ്ധാത്മാവിന്റെ കൃഷി നടത്തി ആത്മഫലങ്ങൾ വിളയിച്ച് ഇല്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുത്ത്
അത് അവരെ കൊണ്ടായിട്ട് അവർ തിരികെ തരുന്ന അനുഭവം വരുമെന്നാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ച പോലെ സ്നേഹിക്കുന്നില്ലെങ്കിൽ കൊടുത്തത് പോരെന്നാണ് അർത്ഥം. കൊടുത്തത് പോരാതെ വന്നത് കൃഷി ചെയ്തത് പോരാഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ദേശീയ മണ്ഡലം ഇനിയും കാട് പിടിച്ച് മുള്ളു പിടിച്ച് കിടക്കുന്നു. ശാപത്തിന്റെ മുള്ളുകൾ എല്ലാം പറിച്ചു കളഞ്ഞ് അതിനെ വേലിയാക്കി അതിനെ ഉഴുതുമറിച്ച് വചനമാകുന്ന വിത്തിടാവെങ്കിൽ ആത്മഫലങ്ങൾ ധാരാളമായിട്ട് വിളയിക്കാം. സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം ആത്മഫലമായി നമ്മൾ വരും. അതില്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാം. അവരത് കിട്ടിയിട്ട് അവർ വിശ്വാസികളെ ദൈവവട്ടത്ത് വന്നിട്ട് അവരും ദൈവവട്ടത്താകും. പരിഭവവും പരാതിയും കൊതിക്കറും ഇല്ലാതാകും. എന്ത് കിട്ടിയില്ലെങ്കിലും കർത്താവിന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ദൈവത്തോട് കണ്ടെത്തും. മാതാവിന്റെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. നമ്മുടെ അശുദ്ധികളോട് യാത്ര പറവാൻ നമ്മളെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം, യേശുവിന്റെ നാമം, യേശുവിന്റെ വചനം പരിശുദ്ധാത്മാവിൽ ക്രിയ ചെയ്താൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടാൽ വചനം അവിടെ വീഴും. ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഫലം കായ്ക്കാൻ സാധിക്കും. വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം കായ്ക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ആ അനുഭവം വേണ്ടിയവർക്ക് എഴുന്നേൽക്കാം. മാതാവിന്റെ മാതൃകയിൽ നമുക്കും യേശുവിനെ സ്വീകരിക്കാം. യേശുവിനെ സ്വീകരിച്ച ദൈവമക്കളാകാം. അശുദ്ധിയോട് യാത്ര പറയാം. വിശുദ്ധരായി തീരാം. ദൈവനാമോദപ്പെടാൻ അതിന് ഇനിയുള്ളതായ ഈ പാവത്തിന് പാതിരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സംതൃപ്തി ഉണ്ടായിരിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ വിശുദ്ധ സഭയിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കുന്ന സമയം പിതാവിനും പുത്രനിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കിയിരിക്കുന്നു. പുത്രനെ സമ്മാനിച്ച പിതാവിന് നമുക്ക് നന്ദി പറയാം. പുത്രൻ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. നമ്മളെ അനാഥരായിട്ട് വിടാതെ കാര്യത്തിനായി നമ്മുടെ കാര്യങ്ങളിലൂടെ നടത്തുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് 100% കിട്ടുക. ആ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായ വിശ്വാസമുണ്ടോ? കാര്യത്തിനോട് കാര്യം പറഞ്ഞിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യത്തിനെ അപമാനിച്ചതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ, കാര്യത്തിനെ അപമാനിച്ചതിൻ്റെ എല്ലാ കുറ്റങ്ങളും ക്ഷമ ചോദിച്ച് ആ ശാപം മാറ്റാറുണ്ട്. പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിച്ചോളാം നമ്മൾ വാക്ക് പറഞ്ഞവരാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യില്ല, ദൈവ ഇഷ്ടപ്രകാരം മാത്രം ചെയ്തോളാം, കാര്യത്തിനനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ വാക്ക് തെറ്റിച്ചതിന് ശാപമാണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗിബയോന്യര് ശൗൽ ഉപദ്രവിക്കാൻ കാരണമെന്താ? ഗിബയോന്യരുമായി ഇസ്രായേൽക്കാർ ഒരു ഉടമ്പടി ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല. അവർ കൊല്ലപ്പെടേണ്ടവരായിരുന്നു. പക്ഷേ അവരെ വേഷം കെട്ടി സൂത്രത്തിൽ അനുഗ്രഹം മേടിക്കാൻ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. അറിയാതെയാണെങ്കിലും വാക്ക് പറഞ്ഞു പോയി. വാക്കിന് വിലയുണ്ടെന്ന കാര്യം അറിയില്ല. നമ്മൾ ദൈവത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ പാലിച്ചില്ലെങ്കിൽ അത് ശാപമാണ്. നേർച്ചകൾ പാലിച്ചില്ലെങ്കിൽ ശാപമാണ്. ഞാൻ പിശാചിനെ വീട്ടിൽ വിശാചിച്ചു മാമുദിസാക്കി വഴി പടിഞ്ഞാറോട് തിരിഞ്ഞ് പറഞ്ഞത് അവൻ ഇറക്കി വിട്ടതാണ്. ഇറക്കി വിട്ട പിശാചിനെ വേറെ വഴി കൂടെ നമ്മൾ അകത്ത് കയറ്റി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കും, എങ്ങനെ ആശ്വാസം കിട്ടും? അങ്ങനെ നമ്മളെല്ലാം ഒരിക്കൽ നമ്മൾ നമ്മുടെ പൂർവികരെയും ചേർന്ന് പിശാചിനെ ഇറക്കി വിട്ടതാണ് യേശുവിനെ സ്വീകരിച്ചത്. പക്ഷെ ഇറങ്ങി വിട്ടപ്പോൾ പിശാച് തിരികെ വന്ന് ഇടം കണ്ട് പിന്നെയും കയറി. അത് 7 മടങ്ങായി 8 മടങ്ങായി ഉള്ളതാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. അത് വാക്കുമാരിക്കാനും ഉണ്ടാകും. അതുകൊണ്ട് 12-ാം വയസ്സിൽ ശിശുസ്നാനം ഏറ്റവരാണെങ്കിലും 12-ാം വയസ്സിൽ പിതാവുമായിട്ട് ഉടമ്പടി ചെയ്ത് യേശുവിനെ വിശ്വാസത്തോടെ യേശു പറഞ്ഞെങ്കിൽ ഇത് ജാമ്യത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ശൈശവത്തിൽ ഞാൻ സ്നാനമേറ്റതാണ് എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. ആ ഉടമ്പടി പുതുക്കി നമ്മുടെ ശൈശവത്തിൽ തന്നെ ദൈവമക്കളാക്കാൻ വേണ്ടി മാതാപിതാക്കളുടെ വിശ്വാസങ്ങളെ ജാമ്യത്തിൽ ദൈവമക്കളാക്കിയതാണ്. 12-ാം വയസ്സിൽ യേശു ദേവാലയത്തിൽ പോയി പിതാവിന്റെ സന്നിധിയിലിരുന്ന് പിതാവിനോടുകൂടെ ഇരുന്ന് പിതാവിന്റെ പ്രീതി പിടിച്ചു വെച്ചതുപോലെ നമ്മളും 12-ാം വയസ്സിൽ പിതാവിനോട് ഇരുന്നിട്ടുണ്ടോ? ആ പിതാവിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചതാണെന്ന് വാക്ക് പുതുക്കി പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ തലതൊട്ടവരും നമുക്ക് വേണ്ടി പറഞ്ഞ സത്യവാചകം 12-ാം വയസ്സിൽ പുതുക്കി പറഞ്ഞാൽ പിന്നെ രണ്ടാമത് സ്നാനം വെക്കേണ്ട കാര്യം തന്നെയില്ല. ഇന്ന് ആരെങ്കിലും നീ രക്ഷിക്കപ്പെട്ടോ ചോദിച്ചു നമ്മുടെ മുങ്ങാൻ പറയുന്നതിന്റെ കാര്യം എന്നാ? രക്ഷപ്പെട്ടതിന്റെ ഒരു ലക്ഷണവും കാണാത്തതുകൊണ്ടാണ്. സ്നാനമേറ്റവരെ കണ്ണ രക്ഷപ്പെട്ടാന്ന് തോന്നുന്നു. നമ്മൾ ഈ കേരളത്തിൽ ശിശുസ്നാനം സ്ഥാപിച്ചതിന് ശേഷം ഗൾഫിലും അമേരിക്കയിലും പോയി രക്ഷയുടെ യാതൊരു ലക്ഷണവും കാണാതിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ വന്ന് നീ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റില്ല, എന്നാ വാ ഒന്നോട് മുങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തിന് പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ട് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത സ്നാനം ആവർത്തിച്ചതിന്റെ ശിക്ഷയെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അറിവില്ലായ്മയെല്ലാം ചെയ്ത് കൂട്ടുന്നത്. സ്നാനം ഒരിക്കൽ മതി. അത് നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. പിന്നെ അനുഭവമാണ് വേണ്ടത്. അല്ലാതെ മാനസാന്തരപ്പെട്ട എല്ലാം മുങ്ങൽ തുടരുകയല്ല വേണ്ടത്. ആത്മാവിന്റെ ആ നിറവിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മ തരുന്ന ബോധപ്രകാരം കണ്ണുനീരാണ് തുടരേണ്ടത്. കണ്ണുനീരിലാണ് കുളിക്കേണ്ടത്. ആ അനുതാപത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ആത്മാവിൽ വീണ്ടും നിറയാൻ സാധിക്കുമെന്ന് തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതിന്റെ ചുരുക്കം പരിശുദ്ധാത്മാവാകുന്ന കാര്യത്തിനെ നമ്മൾ അപമാനിച്ചതിന്റെ കേസിൽ ഇനി തീരാനുണ്ട്. നമ്മുടെ പൂർവ്വരും പലരോട് പല വാക്കുകൾ പറഞ്ഞതാണ്. ദൈവത്തിന് നമ്മുടെ പിതാക്കന്മാരുടെ വാക്ക് പറഞ്ഞതാണ്. ബാങ്കിൽ നമ്മൾ
കടം വാങ്ങിക്കുമ്പോൾ എൻ്റെ വസ്തു പണയപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ വാങ്ങിച്ച കടം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ബാങ്കുകാരൊന്ന് ജപ്തി ചെയ്ത് ഉടലെടുത്ത് നമുക്ക് പോകും. അനാഥരായി ഒന്നുമില്ലാത്ത തീരേണ്ടി വരും. നമ്മൾ ദൈവത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂർവ്വരും പറഞ്ഞ വാക്ക് തെറ്റിച്ചതിൻ്റെ ശാപമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം തിരിഞ്ഞു നോക്കി ക്ഷാമം മാറാത്തതിൻ്റെ കാര്യം ഏതെല്ലാം വാക്ക് തെറ്റിച്ചിട്ടുണ്ട്, ഏതെല്ലാം നേർച്ച ലംഘിച്ചിട്ടുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ക്ഷാമം മാറി കിട്ടുകയുള്ളൂ. ദാവീദിന്റെ കാലത്തെ ക്ഷാമം മാറാഞ്ഞതിന്റെ കാര്യം പ്രാർത്ഥിച്ചപ്പോൾ കാര്യം മനസ്സിലായി. അത് ശൗലിൽ കൂടെ വന്നൊരു ശാപമാണ്. ഗിബെയോനിലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ അവര് കൊല്ലേണ്ടി വന്നു, അതിന് പകരം കൊടുക്കേണ്ടി വന്നു. ശൗലിന്റെ കുടുംബത്തിൽ വേറെ വല്ല കൊല്ലേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഒത്തിരി പ്രായശ്ചിത്തങ്ങൾ ചെയ്യേണ്ട കുടിശ്ശികളിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധനാകുന്ന കാര്യത്തിനോട് ചോദിച്ച് എല്ലാ കാര്യം ചെയ്തെങ്കിലേ ഈ കാര്യം സാധിക്കും. ഗിബെയോന്യർ അവരെ കളിപ്പിച്ചുകൊണ്ട് അവരുടെ അടിമകളായിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴും ഇവർ വാസ്തവത്തിൽ പറഞ്ഞ് ശരിയാണെന്ന് പരിശുദ്ധാത്മാവോട് ചോദിച്ചില്ല. കേട്ടത് വിശ്വസിച്ചാണ് ദൈവം ഈ അബദ്ധമെല്ലാം പറ്റിയത്. പിന്നെ ആരെല്ലാം ഉണ്ടെന്ന് തന്നാലും ആരെല്ലാം ദൈവത്തിനെ സമർപ്പിക്കുക. നിങ്ങളിവിടെ കൊണ്ടിരുന്ന് കാണിക്കുക, അത് ദൈവത്തിനെ സമർപ്പിച്ച് അതിനോടുള്ള ശാപങ്ങൾ മാറ്റിയിട്ട് അനുഭവിക്കാൻ എത്തുള്ളൂ. ആര് ദശാംശം തന്നാലും ആര് ആഹാരം തന്നാലും ആഹാര സ്നേഹം തന്നാലും അത് കർത്താവിനെ കൊണ്ട് കൊടുത്തിട്ട് അത് ശുദ്ധീകരിച്ച് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. ഗിബെയോന്യർ കൊണ്ട് കൊടുത്ത ആഹാരം അവർ പ്രാർത്ഥിക്കാതെ കഴിച്ചു എന്നാണ് നമുക്ക് വായിച്ചു കേട്ടത്. സഹതാമത്ത് പോയി ചെയ്തതാണ്. പക്ഷെ അവർ ശപിക്കപ്പെട്ടവരായിരുന്നു, അവർ കൊല്ലപ്പെടേണ്ടവരായിരുന്നു. അവർ വേഷം കെട്ടി വന്ന് ഇവരെ കളിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പല വേഷങ്ങൾ പലരും വീട്ടും പലരും കൊണ്ട് തന്നിരിക്കും. അതെല്ലാം ദൈവത്തിന് ചേർത്ത് പ്രാർത്ഥിച്ച് കർത്താവിൽ കൂടെ മാത്രമേ സ്വീകരിക്കാവൂ. അങ്ങനെ എല്ലാം പിതാവിനെ സമർപ്പിച്ച് ശുദ്ധീകരിച്ച സ്തോത്രത്താലും പ്രാർത്ഥനയാലും വചനത്താലും ദൈവാത്മാവിൽ ശുദ്ധീകരിക്കപ്പെട്ടത് മാത്രമേ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ പഴയ ദൈവമാരുടെ ഉടമ്പടി ലംഘിക്കപ്പെട്ടിട്ട് വീണ്ടും ശാപം കയറി വരുന്നത് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് യോശുവ 9:2-21 വീട്ടിൽ പോയി ഒരിക്കൽ കൂടെ വായിച്ച് ശാപം വന്ന വഴി മനസ്സിലാക്കി, കർത്താവ് ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ ഒത്തിരി വാക്ക് തെറ്റിച്ചു വരാം, ഒത്തിരി നേട്ടം നേർന്നു വരാം, അതെല്ലാം ഞങ്ങൾ ലംഘിച്ചിട്ട് ശപിക്കപ്പെട്ടവരായ ക്ഷാമം മാറാതെ വിഷമിക്കുന്നു. ഇന്ന് മുതൽ ഞങ്ങൾ കാര്യത്തിനായ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ള നല്ല മനസാക്ഷിക്ക് വേണ്ടി ഒരിക്കൽ ഞങ്ങൾ ധ്യാനമേറ്റപ്പോൾ നമുക്ക് അപേക്ഷ പുതുക്കി ആത്മനിറയിൽ അഭിഷേകം ജ്വലിപ്പിച്ച് അഭിഷേകം പറയുന്നത് ചെയ്യിച്ചോളാമെന്ന് പറയാമെങ്കിൽ അവൻ നമ്മളെ വീണ്ടും ക്ഷാമത്തിൽ നിന്ന് ക്ഷേമത്തിൽ നയിക്കുന്നതായി ഓർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തലമുറയ്ക്ക് വേണ്ടി പുരോഹിത വർഗത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ക്ഷമ ചോദിക്കുക. നിങ്ങളെ ആത്മാവ് അഭിഷേകത്തിൽ വഴിനിർത്തുന്നതിൽ AD 52 മുതൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഓർത്തഡോക്സ് സഭ പരാജയപ്പെട്ടതുകൊണ്ട് വേറെ സഭകൾ ഉണ്ടാകേണ്ടി വന്നത്. സഭയുടെ കുഴപ്പമില്ല. സഭ കാതോലികമാണ്, സജീവമാണ്, ഏകമാണ്, വിശുദ്ധമാണ്. പക്ഷേ ദൈവത്തോട് പറഞ്ഞ പല വാക്കുകൾ, മനുഷ്യരോട് പറഞ്ഞ പല ഉടമ്പടികൾ ലംഘിച്ചതിൻ്റെ കെടുതികൾ നമ്മൾ അനുഭവിക്കുന്നു. കേസ് തീരുന്നില്ല, പ്രശ്നം തീരുന്നില്ല. എന്നാൽ ഒരു ഇടയന് ഒരു തൊഴുത്താകേണ്ട ഈ കേരളത്തിൽ എത്ര സഭകളാണ്, എത്ര ഇടയന്മാരാണ്, എത്ര തൊഴുത്തുകളാണ്, എത്ര തൊഴുത്തിക്കുത്തുകളാണ്. ഇതിനെല്ലാം നമ്മൾ ഉത്തരവാദിയാണ്. നമുക്ക് ആരെയും കുറ്റം പറയേണ്ട. ഞാൻ മുഖാന്തരം ഉണ്ടായിരിക്കുന്നവർ ഒരിക്കൽ എന്നോട് ക്ഷമിക്കും, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. നിങ്ങൾ പുരോഹിതരായ രണ്ടുപേരെ സഭയിലുള്ള എല്ലാ പുരോഹിതന്മാരുടെയും പ്രതിനിധികളായ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ ക്ഷമ ചോദിക്കാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷാമത്തിന്റെ കാലം മാറി ക്ഷേമത്തിന്റെ പുതിയ തുടക്കമിടാൻ ഇടയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സഹോദരി സ്വതന്ത്ര മാതാക്കളെ ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാനയിലിരിക്കുവാനുള്ള അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാളിന്റെയും എല്ലാം ശേഷം കർത്താവിനെ ആത്മാവിലും തത്വത്തിലും ആരാധിച്ച് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസപ്രദമായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി എപ്പോഴും സന്തോഷിക്കുന്നവരായി, എപ്പോഴും ആനന്ദിക്കുന്നവരായി, ആനന്ദ നേരമായ പങ്കിട്ട് ഇരട്ടിയാക്കുന്നവരാണ് നാം ഇവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൈകാലുകളിൽ ചങ്ങലകാൽ ബന്ധിക്കപ്പെട്ട് ചങ്ങല കിടന്ന് പൊട്ടി വ്രണമായിരിക്കുന്ന യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ ജയിലിൽ കിടന്ന ഒരു അപ്പോസ്തലനായ പൗലോസാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചത്. പൗലോസിന്റെ ശരീരത്തിന് ജയിലിന്റെ യാതനകളും വേദനകളും ഉണ്ടെങ്കിലും തനിക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും എനിക്ക് സന്തോഷത്തിനൊരു കുറവില്ലായിരുന്നു. കാരണം എന്താണ്? ആശ്വാസപ്രദനായ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് തന്റെ സകല കാര്യങ്ങളും നിയന്ത്രിച്ചപ്പോൾ എല്ലാം നന്മയ്ക്കായി തീർന്നു. കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും ചിത്തത് പ്രത്യാശയുമാക്കി പ്രത്യാശയുടെ ധൈര്യം പുറപ്പിച്ചിട്ട് താൻ ദൈവത്തിന്റെ ഭവനമായി പണിയപ്പെട്ടതുകൊണ്ട് തന്റെ വീട്ടിൽ തന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്ന് ശത്രുക്കൾ വരെ പറഞ്ഞു. ജയിലിൽ കാവൽ നിന്നതായ പട്ടാളക്കാർക്ക് മനസ്സിലായി ഇയാൾ കുറ്റവും ചെയ്തിട്ടിരിക്കുകയാണെന്ന് കിടക്കുന്നത്. ഇത് കുറ്റമില്ലാത്ത ഒരാളിനെ കള്ളക്കേറ്റ് പിടിച്ചിട്ടിരിക്കുന്നതാണ്. ഇയാളുള്ളിൽ ദൈവമുണ്ട്, ഇയാളുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. ആ സന്തോഷം നിറഞ്ഞൊഴുകിയിട്ട് പട്ടാളക്കാർ കിട്ടി, അവർ വിശ്വാസികളായി. അടുത്ത തടവുള്ളികൾക്ക് അത് കിട്ടി, അവർ വിശ്വാസികളായി. വീട്ടിൽ ഒളിച്ചോടി പോയ ഒരാളുടെ ആരാതെ
ഫിലേമോൻ എഴുതിയ ലേഖനത്തിൽ ഒരു നേസിമോസിന്റെ കാര്യം കേൾക്കുന്നു. ഒരു അടിമയായിരുന്നു. ആ അടിമയെ ഓടിച്ചെന്ന് ഈ ജയിലിൽ കിടക്കുന്ന ആളിനെ കാണാനിടയായി. അയാൾ മാനസാന്തരപ്പെട്ട ദൈവം മകനായി, ആത്മാവിലായി, സന്തോഷമായി ആ പൗലോസിന്റെ ശുശ്രൂഷകനായി മാറി. അപ്പോൾ ആത്മാവിൽ ഉണ്ടായിരുന്ന പൗലോസിന് മനസാക്ഷിക്കൂത്ത്. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയ ഒരു കള്ളനാണ് ഇവനെങ്കിലും അവൻ മാനസാന്തരപ്പെട്ട് നല്ല മനസ്സാക്കിയിട്ട് ജ്ഞാനമായിട്ട് സഭയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ, അവൻ ആത്മാവിലുള്ള ദൈവമല്ലായപ്പോൾ അവനിപ്പോൾ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. പക്ഷെ ഇതിനാരുടെ പറയാ? ഫിലേമോന്റെ പറയാ. അവിടുന്ന് ഒളിച്ചോടി പോകുന്നവനാ. ഫിലേമോൻ വില കൊടുത്ത് വാങ്ങിച്ചൊരു അടിമയായത്. ഞാൻ ഇവനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? നമുക്ക് തോന്നുമോ? നമുക്കാണൊക്കെ വേലക്കാരില്ലാത്ത കാലത്ത് ഒരു വേലക്കാരന് വന്ന് കയറി കിട്ടിയാൽ ഇവിടെ നിന്നോളാൻ പറയും. മിണ്ടെന്താന്ന് പറയില്ലേ? ചൊളിവിൽ കിട്ടിയാൽ അറിയുമായിരുന്നു. പക്ഷേ ചൊളിവിൽ കിട്ടിയ ഒരു വലിയ സഹായിയായിരുന്നു. ദൈവമകനായി ദൈവവൈദ്യനായി മനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്നേ മനസാക്ഷിക്കൂത്ത്, ഇത് യോഗ്യമല്ല ഞാൻ ചെയ്യുന്നത്. അവൻ മനസാന്തരപ്പെട്ടു. അവനെ തിരിച്ച് അവൻ്റെ ഒടേക്കാരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം. ഒടേക്കാരൻ്റെ അടുത്തിന് ക്ഷമ ചോദിക്കണം. ആ യജമാനന്റെ സങ്കടം തീർക്കണം. എന്നിട്ട് യജമാനൻ എൻ്റെ മോൻ തന്നെയാണ്. ആ യജമാനൻ പറയണം, നീ അവിടെ പോയി തന്നെ നിന്നോ. എൻ്റെ അപ്പച്ചനാ എന്നെ വീട്ടിൽ ജനിപ്പിച്ച ആത്മീയ പിതാവാണ് ഈ പൗലോസ്. എൻ്റെ ആ ആത്മീയ പിതാവായ പൗലോസിൻ്റെയും നിന്നെ കിട്ടിയ എനിക്ക് വളരെ സന്തോഷമാണ്. നീ മനസാന്തരപ്പെട്ട് ഒരു നല്ല ക്രിസ്ത്യാനിയായത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ തിരിച്ചു പോയി. ആരെടുത്ത് എഴുത്ത് വായിച്ചിട്ട് പൗലോസിൻ്റെ അടുത്ത് വന്നതിന് ഇവിടെ നിന്നോട്ടെ, എൻ്റെ ആവശ്യമാണ്. ഈ ജയിലിൽ വന്ന് എനിക്ക് തിരിച്ചുപിടിക്കാൻ നേരെയില്ല, എനിക്ക് പോയി മോനോട് നിന്നോട്ടെ. എത്ര സന്തോഷമായിരുന്നത്. അപ്പോൾ നമ്മുടെ കൈ കിട്ടുന്ന സകലരെയും ദൈവത്തിൻ്റെ കയ്യിൽ തിരിച്ചുകൊണ്ട് യഥാസ്ഥാനപ്പെടണം. ഭർത്താവിനോട് പണങ്ങിയ ഭാര്യമാരും ഭാര്യയോട് പണങ്ങിയ ഭർത്താക്കന്മാരോട് വരാറുണ്ട്. ഞാൻ അവരെ തിരിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. വേണം എനിക്ക് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ അങ്ങനെ വന്ന അനേക മക്കള് അപ്പനെ അമ്മയും വിട്ടേച്ച് വന്ന് മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. മക്കളെ വിട്ടേച്ച് വന്ന മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ 7 പ്രാവശ്യം വരാൻ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വിടുന്നത്, നിങ്ങൾ ഏത് കൂട്ടായ്മയിൽ നിന്നും അവിടേക്ക് പോകും, ഏത് ഭാഷയുടെ അടുത്ത് തിരിച്ച് വന്നോ അവിടേക്ക് പോകും, ഏത് അച്ഛൻ്റെ അടുത്ത് നിന്ന് വേണമെങ്കിൽ വന്നോ അങ്ങോട്ട് പോകും, നിങ്ങൾ എവിടുന്ന് വന്നോ തിരികെ പോയി നിങ്ങൾ സാക്ഷ്യമുള്ളവരായി ജീവിച്ച് നിങ്ങൾ കിട്ടിയ യേശുവിനെ അവർ കാണിച്ചോളൂ. എന്നിട്ട് അവരുടെ അനുവാദത്തോടെ വരാവൂ. നിങ്ങളെല്ലാം ഏതെങ്കിലും പള്ളിയിലെ മെമ്പേഴ്സാണ്, അവിടുത്തെ വികാരിയത്തിൻ്റെ അനുവാദത്തോടെ വരാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യമാണ്. അവരെ ദുഃഖിപ്പിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി കണക്ക് പറയേണ്ടവരാണ്. അതുകൊണ്ട് ഈ എല്ലാം ഉചിതമായും ചന്തമായും നടക്കണം. ഇതൊരു പള്ളിയല്ല, ഇതൊരു പുതിയ സഭയല്ല, ഒരു പുതിയ കൂട്ടായ്മയല്ല. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടേക്ക് നിങ്ങളെ വിശ്വസ്തരായി പറഞ്ഞയക്കുന്ന ഒരാശുപത്രിയാണ്. ആശുപത്രി ചെയ്യുന്നവനെ എന്നാ വീട്ടിൽ വെച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ നോക്കുന്നില്ലെങ്കിൽ ആശുപത്രി വരേണ്ടി വരുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സഭയിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ നാട്ടിലോ കർത്താവ് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഒരു അസുഖമാണ്. ക്ഷാമം മാറുന്നില്ലെങ്കിൽ അത് മറ്റൊരു അസുഖമാണ്. ക്ഷാമം മാറ്റി നിങ്ങളെ കർത്താവ് സന്തോഷിപ്പിക്കാൻ ഈ ആശുപത്രിയിൽ സന്തോഷങ്ങളുടെയും രക്ഷാവിൻ്റെയും സ്നേഹം മുടക്കിയായിരിക്കുന്നതിന് അതിനെ കൈകാര്യം ചെയ്തതിന് എന്തും ചെയ്ത് മാറ്റി നിങ്ങൾ എവിടെ നിന്ന് വന്ന് അവിടേക്ക് മടക്കി വിടുകയാണ്. ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം വരുന്ന വഴി എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവ് ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉടമ്പടി ചെയ്തു. എന്താ? കുറച്ചിരുന്ന കല്യാണം ഞാനങ്ങ് മാറ്റിയിരിക്കുന്നു, ദൈവ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. നാട്ടു മര്യാദ അനുസരിച്ച് കല്യാണം ഉറപ്പിച്ചതാണ്. പ്രായപൂർത്തിയായി പള്ളിയിൽ താമസിക്കാൻ പറ്റിയില്ല. ജോസഫുമായി കല്യാണോർപ്പ് നടത്തി. പക്ഷെ ദൈവം എന്ന് പറയുകയാണ്, നീ കന്യയായിരുന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കണം. ഏത് നിയമവും ഏത് ഉടമ്പടിയും ദൈവത്തിന് മാറ്റാൻ അധികാരമുണ്ട്. ഒരു ഭാര്യ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനം ഭർത്താവിന് മാറ്റാൻ അധികാരമുണ്ട്. ഒരു കന്യയായിരിക്കുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്കെടുത്തിരിക്കുന്ന തീരുമാനം മാതാപിതാക്കളുടെ ലംഘിക്കാൻ മാറ്റാൻ അധികാരമുണ്ടെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ആലോചിക്കേണ്ടവരെല്ലാം ആലോചിച്ച് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ കന്യമറിയാം യോസേഫുമായിട്ട് വിവാഹ നിശ്ചയത്തിൽ ഒപ്പിട്ടതാണ്. സ്വർഗത്തിലെ മാലാഖ പറഞ്ഞു അത് കർത്താവ് ക്യാൻസൽ ചെയ്യാൻ തയ്യാറാണ്. പിതാവിന് അതിന് അധികാരമുണ്ട്. നിന്റെ വിവാഹ നിശ്ചയം ക്യാൻസൽ ചെയ്തിട്ട് കന്യകയായിരുന്നുകൊണ്ട് തന്നെ ആ ഇമ്മാനുവേലിൻ്റെ അമ്മയാകുവാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അത് ആവശ്യമാണ്. കന്യകൽപ്പണിയായി മകനെ പ്രസവിക്കുന്ന പദ്ധതി സ്ത്രീയുടെ സന്തതി സർവ്വത്തെ ചലിക്കുന്ന 10 നടപ്പിലാക്കാൻ അങ്ങനെ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നോക്കിയിട്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയും നിന്റെ വാക്കുപോലെ നിന്റെ ഇഷ്ടം പോലെ വഹിക്കുന്ന ഉടമ്പടിയിൽ ഒരു പുതിയ ഉടമ്പടിയിൽ ഒപ്പിടുകയായിരുന്നു. അപ്പോൾ പഴയ ഉടമ്പടി റദ്ദായിപ്പോയി. ആ ഉടമ്പടി അനുസരിച്ച് മാതാവ് പുരുഷന് ചൂട് വരെ പോയി എന്നുള്ളതാണ് മാതാവിൻ്റെ വിജയം. മാതാവിന് വേണമെങ്കിൽ പിന്മാറാമായി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഉടമ്പടിയുടെ മേലാണ് മനുഷ്യാവതാര പ്രക്രിയ നടക്കുന്നത്. പക്ഷേ വചനിൽ പോയി മാലാഖ എന്ന് പോയി, പിന്നെ മാലാഖയെ കാണാനില്ല.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗർഭിണിയായ ഗർഭത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യോസേഫിന് സംശയരോഗം, അത് രോഗമല്ല, സംശയം, ശരിയായ സംശയം തന്നെയായിരുന്നു. കാരണം ഗർഭലക്ഷണങ്ങൾ കന്യയിൽ കാണുന്നു, കല്യാണമൊട്ട് നടന്നിട്ടുമില്ല, ഇവൾ വിചാരം ചെയ്യുന്നതിന് തെളിവാണ്. പഴയ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള എല്ലാ തെളിവുമുണ്ട്. പക്ഷെങ്കിൽ യോസേഫ് വിങ്ങിപ്പൊട്ടി വേദനിച്ച് ഈ കൊച്ചുപെണ്ണിനെ ഞാൻ എങ്ങനെ ഉപദ്രവിക്കുന്നു, എങ്ങനെയാണ് തല്ലിക്കൊല്ലുന്നത്, കല്ലെറിഞ്ഞു കൊല്ലുന്നത് എങ്ങനെയാണ്, ഇവിടെ വരുമ്പോൾ ജീവിച്ചോട്ട് എനിക്ക് വേണ്ട, ജ്യേഷ്ഠന്മാർ എതിരേലും പോകട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് മാലാഖ പിന്നെയും വരുന്നത്. അപ്പോൾ യോസേഫിനെ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ വിചാരിച്ചില്ല എൻ്റെ കാര്യം, ഇനി ഭർത്താവായിട്ടല്ലേ ഇവിടെ നോക്കേണ്ടത്, വളർത്തു പിതാവായിട്ടാണ്. ഈ യേശു കുഞ്ഞിൻ്റെ വളർത്തു പിതാവായി ഈ കന്യകയുടെ സംരക്ഷകനായി ഒരു പുതിയ റോഡ് തന്നെ ഏറ്റെടുക്കുകയാണ്. എന്തുകൊണ്ടത് സാധിച്ചു? 3 മാസക്കാലം അവർ തമ്മിലൊരു ഇടമുണ്ടായിരുന്നു, സംശയത്തിൻ്റെ കരുതി. അപ്പം ആ സമയത്ത് കന്യാമറിയാമിന് വേണമെങ്കിൽ വാക്ക് മാറാമായിരുന്നു. എന്താ, ഞാൻ ദൈവഹിതപ്രകാരമാണ് ഗർഭിണിയായത്, ദൈവം എന്നാ ഇത് അങ്ങേരോട് പറയാഞ്ഞത്, ദൈവം എന്നാ നാട്ടുകാരോട് പറയാഞ്ഞത്, ദൈവം വരാൻ എന്തുകൊണ്ട് ഈ വിവാഹ നിശ്ചയത്തിന് എല്ലാവരും ഓടി കൂടിയപ്പോൾ കുറി മാറിയപ്പോൾ അവിടെ വരാൻ ഞാൻ. അപ്പോൾ ഈ ദൈവം അന്യായമല്ലേ കാണിച്ചത്, എനിക്ക് തെറ്റ് പറ്റിക്കാണും, അല്ലെങ്കിൽ ഈ ദൈവത്തെ എനിക്ക് വിശ്വസിക്കാനുള്ളതല്ല. ഇതുപോലെ ഞാൻ ഇനിയും വാക്ക് പാലിക്കാൻ നിന്ന് വേറെ വില പ്രശ്നങ്ങൾ വന്നേ, പരിപാടി വേണ്ടാന്ന് പറഞ്ഞ് കൊച്ചിനെ വേണമെങ്കിൽ കൊല്ലായിരുന്നു, കൊച്ചിനെ വേണമെങ്കിൽ കളയാമായിരുന്നു, കളഞ്ഞിരുന്നെങ്കിൽ നമുക്ക് യേശുവിനെ കിട്ടുമായിരുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും ഭാര്യയോടും ഭർത്താവിനോടും സഭയോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും എല്ലാം പല വാക്കുകൾ പറഞ്ഞിട്ടാണ് ജീവിച്ചത്. പ്രതിജ്ഞ ചെയ്യുന്നവരാ പല കാര്യങ്ങൾ. ആ പ്രതിജ്ഞ പാലിക്കാത്തതുകൊണ്ട് വരുന്ന ഒത്തിരി ശാപങ്ങളുണ്ട്. പ്രതിജ്ഞ പാലിക്കാൻ സാധിക്കാത്ത വിപരീത സാഹചര്യങ്ങൾ മാതാവിന് യോസേഫിനുണ്ടായപ്പോൾ നമുക്കും വരും. ദൈവപ്രകാരം ചെയ്യുന്ന കാര്യത്തിനായിരിക്കും ശല്യം മുഴുവൻ, പിശാചിന്റെ ശല്യം മൂക്ക് ഭയങ്കരമായിരിക്കും. പക്ഷെ അപ്പോഴെല്ലാം ദൈവത്തോട് പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചോളാം, ഞാൻ നിന്നെ വിശ്വസിച്ചോളാം, അനുസരിച്ചോളാം, നിന്റെ ഇഷ്ടപ്രകാരം മാത്രമേ പോകും. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഇവിടെയും ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഇപ്പൊ തൽക്കാലം അങ്ങേറ്റം അതിൽ നിന്ന് മാറിക്കും, അയാൾക്ക് ഇപ്പോൾ ഇവിടുന്ന് വിഷമിപ്പിക്കണ്ട. പരിശുദ്ധാത്മാവ് തന്നെയാണ് പറഞ്ഞത് എങ്ങോട്ട് പോകാൻ, എലിസബത്തിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞവന്. അപ്പോൾ ആ എലിസബത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഇടവേളയിലാണ് യോസേഫിന് വെളിപ്പാട് ലഭിക്കുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിലുണ്ടാകുന്ന സംശയങ്ങൾ, കേസുകൾ, അകൽച്ചകൾ, ഇവയെല്ലാം ദൈവഹിത പ്രകാരം കൈകാര്യം ചെയ്താൽ അവരെ തിരികെ കിട്ടാനുള്ള വഴികളുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ തകർക്കുകയില്ല, കർത്താവിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇടവേളകൾ പരിശുദ്ധാത്മാവിന്റെ നിഴലിൽ കഴിഞ്ഞുകൂടാമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടും, പുതിയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് സഭാ ജീവിതത്തിൽ മാമോദീസ ഞാൻ പിശാചിനെ ഉപേക്ഷിച്ചു മനുഷ്യ സ്വീകരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ പലരാണ് ഈ വിശ്വാസം കളഞ്ഞിട്ട് വേറെ വഴിക്ക് പോകുന്നു. ചില കാര്യങ്ങൾ സാധിക്കാനാകാം, ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ വരുന്നതിന് പരിഭവം കൊണ്ടാകാം. അപ്പോഴൊക്കെയും നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാമെങ്കിൽ ദൈവം നമ്മളിവിടെ വിശ്വസ്തനായി നമുക്ക് വേണ്ടതെല്ലാം തരുമെന്നാണ് പറയേണ്ട അർത്ഥം. നമ്മളോ നമ്മുടെ പൂർവികർ പറഞ്ഞ പല വാക്കുകൾ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. അത് സഭാചരിത്രം ശരിക്കും പഠിക്കണം. സഭാചരിത്രം ശരിക്കും പഠിച്ചാലേ പൂർവ്വപിതാക്കന്മാർ ഈ 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് ദൈവത്തോട് നമുക്ക് വേണ്ടി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല വീട്ടിൽ താമസിക്കുന്ന പ്രിയ മക്കൾ അപ്പനോട് അമ്മയോട് ചോദിക്കും, ഈ വീട് എങ്ങനെ ഉണ്ടായി, ഇതിന് എത്ര രൂപ ചിലവുണ്ട്, എത്ര രൂപ ആരോടെല്ലാം കടം വാങ്ങിച്ചു, ബാങ്കിൽ എത്ര രൂപ കടമുണ്ട്, ഇതൊക്കെ ബുദ്ധിയുള്ള മാതാവ് ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കണം. അല്ല ചുമ്മാ ചോദിക്കാൻ ജീവിച്ചാൽ പോരെ. അപ്പോൾ അപ്പനമ്മ പറയും, കുഞ്ഞെ ഇത് 50 ലക്ഷം രൂപ കടമുണ്ട്, അല്ലെ 25 ലക്ഷം രൂപ കടമുണ്ട്, എല്ലാ മാസം ഇത്ര രൂപ വീതം കടം വീട്ടിക്കൊണ്ടിരിക്കണം, എങ്കിലേ നമ്മുടേതാവുള്ളൂ, അത് നിങ്ങളും വേല എടുക്കുക, നിങ്ങളും ശമ്പളം കൊണ്ടുപോകാം, നിങ്ങളും കൂടെ കട അടയ്ക്കുക എന്നൊക്കെ പറയണം. കല്യാണത്തിന് മുമ്പേ മണവാളൻ കടമെടുത്ത് ഒരു വീട് പണിതിട്ട് അവിടെ വെച്ചാൽ കല്യാണം നടന്നിരിക്കട്ടെ. കല്യാണം കഴിയുമ്പോൾ മണവാട്ടി ചോദിക്കുന്ന, അച്ചായോ നല്ല വീടാണല്ലോ, ഇതിനെന്താ ചിലവുണ്ട്, ഇതെങ്ങനെ പണിതു? അപ്പോൾ വളരെ സന്തോഷത്തോടെ ഭർത്താവ് പറയുന്ന 50 ലക്ഷം രൂപ ചിലവുണ്ട്, എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ആ ജോലിയുടെ ഈടിന് മേലെ എനിക്ക് ബാങ്കിൽ നിന്ന് കടം കിട്ടിയതാണ്, ഓരോ മാസത്തെ ശമ്പളം അത് ഈ ബാങ്കിലേക്ക് പോകാനുണ്ട്, നീയും ജോലി ചെയ്ത് നീയും കൂടെ കടം വീട്ടിയാൽ നമ്മുടെ വീടാവുള്ളൂ, ഇപ്പോൾ നമ്മുടെ ബാങ്കുകാരുടെ വീടാണോ, നമ്മൾ അതിനകത്ത് താമസിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം ബാങ്കുകാർ ജപ്തി ചെയ്യുമ്പോൾ രണ്ടുപേരും ഇറങ്ങി പോകേണ്ടി വരും. ബുദ്ധിയുള്ളവരൊക്കെ ചോദിക്കണം. അപ്പോൾ നമ്മളെ ഈ 21-ാം നൂറ്റാണ്ട് ജീവിക്കുന്ന നമ്മൾ തോമാസിയായിട്ട് ചോദിക്കണം, തോമാസിയ എന്തെല്ലാം വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു, ഇന്ത്യക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യയിൽ തന്നെ കർത്താവ് വിശ്വസിക്കാൻ പോകുന്നവർക്ക് വേണ്ടി ഞാൻ ഇന്നെ അനുഗ്രഹം വാങ്ങിച്ച് അവർക്ക് കൊടുക്കുന്നു, അവർ ആ കടം വീട്ടാൻ വേണ്ടി ഇന്നത് ചെയ്യണം
ഓർത്തഡോക്സ് സഭയുടെ നിയമപ്രകാരം 5 നോമ്പുകളും ബുധനുവെള്ളി ഉപവാസവും ആ ഞായറാഴ്ച ആരാധനയും ഒക്കെ ദൈവസന്നിധി ചെയ്തിരിക്കുന്ന ഉടമ്പടികളാണ്. ആ ഉടമ്പടിയിൽ കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. കടം കിട്ടാനും കൂടിയാണ് പള്ളിയിൽ വരുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് കടം കിട്ടാനും കടം തിരിച്ചടയ്ക്കാനും പാപം മോചിക്കാനുമാണ്. പാപത്തിന്റെ പ്രശ്നം ഇതുവരെയും തീർന്നിട്ടില്ല, അതിപ്പോഴും തുടരുകയാണ്. പാപത്തിന്റെ പ്രശ്നം തീരണമെങ്കിൽ പാപപാമ്പിനെ തലചതച്ച് വാലയെ പിടിച്ച് സമുദ്രത്തിലേക്ക് എറിയുന്ന ഒരു കാലം വരുന്നു. അതുവരെയും പാപമോചന പ്രാർത്ഥന തുടരേണ്ടി വരും. യേശു കാലുവരിയിൽ മരിച്ചെങ്കിലും കടം വീട്ടിയെങ്കിലും പ്രശ്നം ഇതുവരെയും തീർന്നിട്ടില്ല. നമ്മൾ യേശുവിനോളം വളരണം. നമ്മൾ യേശുവിനെ പോലെ വളർന്നിട്ട് നമ്മളുടെ കാൽച്ചോട്ടി വന്ന പാപപാമ്പിനെ ചവിട്ടുന്ന കാലുകളായി നമ്മുടെ കാലുകൾ മാറി നമ്മുടെ കൈകൾ അതിനെ വാലയെ പിടിച്ച് എറിയുന്ന ശക്തിയുള്ളതായതിനു ശേഷം മാത്രമേ ഈ പാപത്തിന്റെ പ്രശ്നം തീരുള്ളൂ. അതുവരെയും ഭൂസ്വയ പ്രാർത്ഥന തുടരേണ്ടി വരും, പാപമോചന പ്രാർത്ഥനയും ഉപസാരം തുടരേണ്ടി വരും. അങ്ങനെ ഒരു നാൾ വരാൻ പോകുന്നു. അതുവരെ നമ്മൾ വളരണമെന്നാണ് ഈ അർത്ഥം. അല്ലാതെ ഒന്ന് സ്നാനം വെച്ചതുകൊണ്ടോ ഒന്ന് ഉപസാരിച്ചുകൊണ്ടോ അച്ഛൻ തലേ കഴിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം തീർന്നിട്ടില്ല. അത് ഇനിയും വലിയ അനേക പ്രാവശ്യം മരുന്ന് കഴിച്ചാൽ മാത്രം തീരുന്ന രോഗം പോലെയാണ്. പാപം ഒരു രോഗമാണ്. ചില രോഗങ്ങൾക്ക് പഴയ കാലങ്ങളിൽ 90 നേരം കഷായം കുടിക്കണമെന്ന് പറയും. 90 നേരത്തെ കഷായം കുടിച്ചു കഴിഞ്ഞാൽ മാത്രം മാറുന്ന അസുഖങ്ങൾ പണ്ടുണ്ടായിരുന്നു. ആ 90 നേരം കുടിക്കേണ്ട കഷായം 45 നേരം കുടിച്ചില്ലെങ്കിൽ നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. കുടിച്ചതിന് ഗുണം ഇല്ലാതാകും. പിന്നെ ആദ്യോട്ട് പിന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പൂർവ്വികർ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അത് തുടരുവാനും അത് പൂർത്തീകരിച്ച് അതിൻ്റെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമ്മൾ പൂർവ്വികർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരും ഓർപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെയുള്ള സഭാ ചരിത്രം പഠിക്കണം. സഭാപിതാക്കന്മാർ എങ്ങനെയാണ് ഈ സഭയെ വളർത്തിക്കൊണ്ട് വന്നത്. പെന്തിക്കോസ്ത് പെരുന്നാൾ ശേഷം 25 കൊല്ലം കഴിഞ്ഞ മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. 25 കൊല്ലത്തേക്ക് ഈ പുതിയ നിയമത്തിലെ പുസ്തകമൊന്നുമില്ല. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ പറയുന്നതനുസരിച്ച് പിതാക്കന്മാർ ചെയ്തതാണ് സഭയുടെ അടിസ്ഥാന കാര്യങ്ങൾ. വേദോത്സവം വായിച്ചിട്ട് സഭ ഉണ്ടാക്കാനൊക്കെ ഇല്ല. വേദോത്സവത്തിൽ എല്ലാ കാര്യം എഴുതിയിട്ടുമില്ല. എഴുതൊക്കെ സത്യവുമാണ്. എല്ലാം എഴുതാനൊക്കെ വേദോത്സവത്തിൽ തന്നെ എഴുതിയിരിക്കണം. അത് 2 തെസ്സലോനിക്കർ 2:15 എഴുതിയിട്ടുണ്ട്. പാരമ്പര്യമായി ദൃഷ്ടാന്തങ്ങളായി കാണിച്ചെന്ന പല കാര്യങ്ങളും ഈ സഭയിലുണ്ട്. എല്ലാ കാര്യവും ഞാൻ എഴുതാനൊക്കത്തില്ല, എഴുതാനൊട്ടും സാധ്യവുമില്ല. ബാക്കി കാര്യങ്ങൾ കാണിച്ചതുപോലെ ചെയ്ത് ഞാൻ വരികയാണ്. പെന്തിക്കോസ്ത് പെരുന്നാളിൽ 3000 പേര് സ്നാനമേറ്റു. സ്നാനമേറ്റപ്പോൾ ഇവരെ എങ്ങനെയാണ് സ്നാനപ്പെടുത്തേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. ഈ 120 പേരും കൂടെ 3000 പേരെ സ്നാനപ്പെടുത്തത് ചുമ്മാതെ കൊണ്ട് തോട്ടിക്കൊണ്ട് മുക്കുകയല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് എഴുതിയുണ്ടാക്കിയ മാമോദീസയുടെ ക്രമപ്രകാരമാണ് അത് മുഖ്യത്. അതാണ് ഓർത്തഡോക്സ് സഭയിലും കാതോലിക് സഭയിലും ഉള്ളത്. പരിശുദ്ധാത്മാവ് കൊടുത്ത ആ ക്രമപ്രകാരം അതിങ്ങോട്ട് പോരുന്നത്. തിരുവത്താഴ ചുരുക്കം നടത്തിയെന്ന് ദിവസം എഴുതിയിട്ടുണ്ട്. എങ്ങനെയൊന്നും അതിനകത്ത് എഴുതി സ്തോത്രം പാടിയിട്ട് പോയെന്നാണ്. 1 മിനിറ്റ് കൊണ്ട് കാര്യം തീർന്നോ? ഇല്ല. എങ്ങനെ സ്തോത്രം പാടി, എന്തിനു പാടി, എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം കുർബാന തർത്തായിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് വേദോത്സവം മാത്രം വായിക്കാൻ പോരാ, കുർബാന തർത്തായും കുർബാന ക്രമവും കൂടെ വായിക്കണം. അത് അത് ആദ്യത്തെ 25 കൊല്ലം വേദോത്സവം എഴുതാത്ത കാലത്ത് ക്രമമായി നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് അപ്പോസ്തോലിക സഭകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതും കൂടി ഉണ്ടെങ്കിലേ പൂർണ്ണമാകുന്ന കാര്യം ഓർമ്മിക്കും. രോഗികളെ എണ്ണ പോഷിച്ച് ഉൾപ്പെടുത്തണമെന്ന് യാക്കോബിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് തൈലാഭിഷേകം നടത്തണമെന്ന് വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല. തൈലം പൂശി തൂപ്പെടുത്തിയെന്ന് മാത്രം. പക്ഷെ അതിന് ശിഷ്യന്മാർ ഉണ്ടാക്കിയ ഒരു ക്രമമുണ്ട്. അതനുസരിച്ചാണ് സഭയിൽ തൈലാഭിഷേകം ചെയ്യുന്നത്. കന്തീലാ ശുശ്രൂഷയും പറഞ്ഞിട്ടുണ്ട്. ദീർഘമായ ശുശ്രൂഷ പുരോഹിതന്മാരെ ശുദ്ധീകരിക്കാൻ വേണ്ടി, അവരുടെ രോഗശമനത്തിന് വേണ്ടി, അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് തിളയ്ക്കുന്ന എണ്ണയെ തൊട്ട് വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കന്തീലാ ശുശ്രൂഷ. തിരുമേനിമാർക്കും അച്ഛന്മാർക്കുള്ള ഇതൊക്കെ ഇനി ഒത്തിരി കാര്യങ്ങൾ വേദോത്സവത്തിൽ എഴുതാത്തതും വേദോത്സവം ഉണ്ടാകുന്നതിനും ഉണ്ടായതുമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തെങ്കിലേ നമുക്ക് പൂർണ്ണതയിൽ വളരാനൊക്കെയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വേദോത്സവം മാത്രം പോരാ, വേദോത്സവം ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതപ്പെട്ട സഭാചരിത്രങ്ങളും സഭയുടെ കാനൂനുകളും സഭയുടെ പഠിപ്പിക്കലുകളും കൂടെ വേണ്ടേ, എങ്കിലേ പൂർണ്ണമാകാൻ സാധിക്കുമെന്ന് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം വായിച്ച് നോക്കിയാൽ അറിയാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾക്ക് മുമ്പേ പലതും സംഭവിച്ചിട്ടുണ്ട്. നമ്മളിന്ന് അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളും തുകകളും നമ്മുടെ പൂർവികർ ദൈവവുമായി ഉടമ്പടി ചെയ്ത് ബാങ്കിൽ നിന്ന് ലോണെടുത്തതും കടം വാങ്ങിച്ചതും ഒറ്റ വാങ്ങിച്ചതും കടം കൊടുത്തതും ഒത്തിരി രേഖകളുണ്ട്. ഇതെല്ലാം പരിശോധിച്ചിട്ട് നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാൻ പോകുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ശരിക്കും വേദോത്സവം നല്ലോണം വായിക്കുക, സഭാചരിത്രം പഠിപ്പിക്കുക, സഭയിലെ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുക. നമുക്ക് മുമ്പ് ആരെല്ലാം നമുക്ക് വേണ്ടി ആരോടെല്ലാം എന്തെല്ലാം വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പാലിക്കേണ്ടതാണ്. പാലിച്ചെങ്കിലേ അനുഗ്രഹം നിലനിൽക്കാതെ പിന്നെ ക്ഷാമം വരുമെന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഈ ഒരു ഉൾക്കാഴ്ചയോടുകൂടെ നമുക്ക് നമ്മുടെ സകല കടവും വീട്ടുവാൻ പരിശുദ്ധ കന്യാമറിയാമ്മ ഉണ്ടായിരുന്ന മുഴുവൻ തൂത്തുവാരി നമുക്ക് വേണ്ടി കൊടുക്കും. ഒരു മത്സ്യത്തിന്റെ വായിലെ ഇസീറ
അന്ന് ടാക്സ് കൊടുക്കാൻ കർത്താൻ ഉപയോഗിച്ചതുപോലെ സഭയ്ക്ക് മുഴുവനുള്ള കടം വീട്ടുവാൻ, പ്രശ്നം പരിഹരിക്കാൻ മാതാവിൻ്റെ സമ്പാദ്യം മുഴുവൻ സ്വർഗ്ഗത്തിലെ ബാങ്കിലെത്തിരിക്കുക. മാതാവിൻ്റെ പേരിൽ പ്രാർത്ഥിക്കും. മാതാവ് നമ്മളോട് കരുണ കാണിച്ചിട്ട് യേശുക്രിസ്തുവിനെ കഴിക്കണമെന്ന ഒറ്റ കാരണത്താൽ, ദൈവവൈതലായെന്ന ഒറ്റ കാരണത്താൽ, ദത്തുമക്കളായെന്ന ഒറ്റ കാരണത്താൽ നമ്മുടെ കടം വീട്ടാൻ മാതാവ് എടുത്താൻ മുടങ്ങുക. 15 നോയമ്പോഴും 8 നോയമ്പോഴും ഒത്തിരി കടം വീട്ടാൻ മാതാവ് ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരോടായിരിക്കും കടം? മാതാവിനോട് കടമുണ്ട്. അത് കിട്ടാൻ വേണ്ടിയാണ് ബുധനാഴ്ച നോയമ്പ്, 8 നോയമ്പ്, ഈ ആമപ്രാർത്ഥന വേണ്ടി കടം വീട്ടാനും കൂടിയാണ്. അപ്പൊ കടം വാങ്ങിക്കുന്നു, കടം വീട്ടുന്നു, ഇതങ്ങനെ സ്വന്തമായിട്ടിരിക്കുക. നമുക്ക് മുമ്പായി അനേകം നമുക്ക് വേണ്ടി കടം വാങ്ങിച്ച് നമ്മളെ ഈ പരുവത്തിലാക്കിയത്. അവരെ കൈവിടല്ലേന്ന് കാര്യം പറഞ്ഞതിന്റെ അർത്ഥം. ഇതെല്ലാം മനസ്സിലാക്കിയാലേ കിട്ടിയ അനുഗ്രഹം നിലനിൽക്കൂ, കിട്ടിയ സ്വാതന്ത്ര്യം നിലനിൽക്കൂ, കിട്ടിയ ക്ഷേമം നിലനിൽക്കൂ. അല്ലെങ്കിൽ പിന്നെ ക്ഷാമം വരും. ക്ഷാമം വന്നെങ്കിൽ ജപ്തി നോട്ടീസ് വന്നോളാണ് എൻ്റെ അർത്ഥം. യോശുവയുടെ 9 അധ്യായം വായിച്ചു നോക്കി. ഗിബെയോന്യരുടെ വഞ്ചനയിൽ അന്നത്തെ യഹൂദന്മാർ കുടുങ്ങിപ്പോയി. അവർ വളരെ സൂത്രത്തിലാണ് അവരെ വഞ്ചിച്ചത്. എങ്ങനെയാ? ദൈവ നിയോഗപ്രകാരം അവർ കൊല്ലപ്പെടേണ്ടവരാണ് ഗിബെയോന്യർ. എന്താ കാര്യം? ഹിത്യർ, അമോരിയർ, കനാന്യർ, പെരിസിയർ, ഹിവിയർ, യെബൂസിയർ എന്നിങ്ങനെ യോർദാനക്കരെ മലകളിലും താഴ്വരകളിലും ലെബാനോനെതിരെ വലിയ കടലിന്റെ തീരത്തുള്ള രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏകമനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഉപായം പ്രയോഗിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതുമായ തുന്നിക്കെട്ടിയതുമായ വീഞ്ഞുതിരുതികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിലും ധരിച്ച് പുറപ്പെട്ട് അവരുടെ ഭക്ഷണത്തിലുള്ളതായ അപ്പം എല്ലാം ഉണങ്ങിപ്പോത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്നു. അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും ഞങ്ങൾ ദൂരദേശത്തുനിന്ന് വന്നിരിക്കുന്ന അഭയാർത്ഥികളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അവർ കൊല്ലപ്പെടേണ്ടവരായിരുന്നു, ശപിക്കപ്പെട്ടവരായിരുന്നു. ശപിക്കപ്പെടാതിരിക്കാനും കൊല്ലപ്പെടാതിരിക്കാനും വേറെ പുതിയ വേഷം കിട്ടി. ഇന്നലെ വന്ന പ്രാസംഗികം പറഞ്ഞ് ഫാൻസി ഡ്രസ് കളിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് വിദേശികൾ കളിച്ച്, ദൂരദേശത്ത് വന്ന അഭയാർത്ഥികൾ കളിച്ചാണ് അവരെ കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവരെ അവരുടെ വെള്ളം കോരുന്നവരും വിറകുന്നവരായി നിർത്തേണ്ടി വന്നു. വാക്ക് പറഞ്ഞുപോയി, നിങ്ങളെ കൊല്ലുകയില്ല, അടിമപ്പണി ചെയ്തതാണ് പറഞ്ഞ് നിർത്തി. ദൈവത്തോട് ചോദിച്ചല്ല ചെയ്തത്. ഇതുപോലെ ദൈവത്തോട് ചോദിക്കാതെ നമ്മളോട് പലരും പല വാക്കുകളും എഗ്രിമെന്റും ഒക്കെ എഴുതാൻ സാധ്യതയുണ്ട്. അതിന് വിലയുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ അതിന് കെടുതിയുള്ളവരും ദൈവത്തോട് ചോദിക്കാതെ ഞാൻ 2 കെടുതിയും നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം ഓർപ്പിക്കണം. കനാന്യ ദേശത്തുണ്ടായിരുന്ന പ്രജാതിക്കാരെ സമൂലം നിഗ്രഹിക്കാനുള്ള നിയോഗമായിട്ടാണ് ശൗൽ ആദ്യം യുദ്ധത്തിന് പോയത്. ശൗൽ തനിക്ക് ഇഷ്ടപ്പെട്ട തടിച്ചു പോയിട്ടോ നല്ല ആടുമാടുകളെ കൊല്ലാതെ കൊണ്ടുവന്നു. എന്നാൽ ഈ ഗിബെയോന്യരെ അന്നേരം നശിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഗിബെയോന്യരെ അവരെ ചിലരെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. നശിപ്പിക്കാൻ പാടില്ലാത്ത കാരണം എന്താ? ഇവരിതിന് ഉടമ്പടി ചെയ്തത് കൊണ്ട് ആ വാക്ക് പാലിക്കാൻ വേണ്ടി അത് നേരത്തെ ആ രേഖ വായിച്ചിട്ട് വേണം പോയത്. അപ്പൊ അമാലേക്കിനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ആ ഇത് കേട്ടപ്പോൾ ധൃതി വെച്ച് യുദ്ധത്തിന് പോകല്ലായിരുന്നു വേണ്ടത്. ഇതിനു മുമ്പ് എന്തെല്ലാം ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ദൈവത്തിന്റെ എന്തെല്ലാം ഉടമ്പടികളുണ്ട്, ഇതെല്ലാം അറിഞ്ഞ് വരുന്നെങ്കിൽ ശൗൽ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഈ ഗിബെയോന്യരെ അടിമപ്പണി ചെയ്യുന്ന ഗിബെയോന്യരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ കൊല്ലണമായിരുന്നു. അത് ശ്രദ്ധിക്കാതെ ഗിബെയോന്യരെ ചിലരെ കൊല്ലേണ്ടി വന്നു. വേറെ ചിലരെ കൊല്ലാതിനോട് 2 കൊച്ചാക്കിയത്. അപ്പൊ പേപ്പട്ടി കടിച്ചിരിക്കുന്ന പേപ്പട്ടിയെ 2 കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞാൽ അത് വീണ്ടും വകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ 1-2 പട്ടിക്കുഞ്ഞുങ്ങളെ കട്ടിക്കീഴ കൊണ്ടിട്ടാൽ അത് പിന്നെയും കടിച്ചാൻ പ്രശ്നം ആർത്തിക്കും. ഇതറിയാൻ പാടില്ലാത്ത പിള്ളേരെ ഇഷ്ടപ്പെട്ട പട്ടിക്കുഞ്ഞുങ്ങളെ കട്ടിക്കീഴ ഇട്ടാൽ അപ്പന്റെ അല്ലെങ്കിൽ ആ കൽപ്പന അനുസരിക്കാത്തതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. ഇതുപോലെയാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കണം, നശിപ്പിക്കരുതാത്തതിനെ നശിപ്പിക്കാതിരിക്കണം. ഉടമ്പടി പാലിച്ചെങ്കിൽ മാത്രമേ കിട്ടിയ അനുഗ്രഹം നിലനിൽക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വിശദാംശങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ഇങ്ങനെ ശൗലിന്റെ യുദ്ധത്തിൽ അരുതാത്തത് ചെയ്തു, ചെയ്യേണ്ടത് ചെയ്തില്ല. അത് അജ്ഞത കൊണ്ടും ബലഹീനത കൊണ്ടും ധൃതി കൊണ്ടും ഉണ്ടായ കാര്യമാണ്. നമ്മുടെ അജ്ഞതയും ബലഹീനതയും വിദ്യാഭ്യാസവും കൊണ്ട് 1-ാം നൂറ്റാണ്ടിലുള്ള സഭാപിതാക്കന്മാർ ദൈവവുമായി ഉടമ്പടി ചെയ്തതിന്റെ അനുഗ്രഹം ഇപ്പോൾ നമ്മൾ അനുഭവിക്കും. അതിന് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം, ഏതെല്ലാം ഉടമ്പടിയിൽ നമ്മൾ
അത് പൂർത്തീകരിക്കാൻ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് ക്ഷാമത്തെ ക്ഷേമമാക്കാൻ സാധിക്കുന്ന കാര്യം പറഞ്ഞിരിക്കും. ഇവിടെ പറയും പരിശുദ്ധ കന്യാമറിയമാണ് കൃപായുഗത്തിൽ തനിക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും മറ്റുള്ളവരുടെ കടം വീട്ടാൻ വേണ്ടി മാറ്റിക്കൊടുക്കും. അങ്ങനെ മാതാവ് അന്നും ഇന്നും സെന്റ് മേരീസ് ബാങ്കിൽ നിന്ന് കടം കൊടുത്ത് 8 നോയമ്പ് 15 നോയമ്പും കഴിഞ്ഞ് നമുക്ക് വേണ്ടി പലതും ചെയ്ത് കഴിഞ്ഞു. കടം വീഴണമെങ്കിൽ ഈ മാതാവിനോടൊപ്പം വിശുദ്ധന്മാരോടൊപ്പം ആത്മാക്കളുടെ എല്ലാവരുടെ ആരാധനയും കൂട്ടായ്മയും തുടർന്ന് കർത്താവിന്റെ സാക്ഷ്യത്തിലൂടെ അനേകം നേരിടുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച വസ്തുക്കൾ ദൈവത്തിന് മുമ്പ് സമർപ്പിച്ചിരിക്കുന്നു. മഹത്വ ശക്തി സ്വർഗത്തിന് കൊടുത്തിരിക്കുന്നു. മാതാവ് ബാങ്ക് തുറന്ന് വീണ്ടും കടം തരാൻ പോവുക. കടം വീട്ടാൻ, സങ്കടം തീരാൻ, ക്ഷാമം തീരാൻ ആ ബാങ്കിൽ ഇനിയും തരാൻ പോവുകയാണ്. അത് വേണ്ടിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ മുമ്പിൽ കൂടെ ധൂമം വീശിക്കൊണ്ട് പോകാൻ പോവുകയാണ്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ സങ്കീർത്തന അനുസരിച്ച് ഇന്ന് കിട്ടിയതായ ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി പറയുകയാണ്. നമുക്ക് എന്തെല്ലാം കടപ്പാടുകൾ ഉത്തരവാദിത്വം ഉണ്ടെന്ന കാര്യം ഒന്നുകൂടെ ഓർക്കുകയും കൂടിയാണ്. നമ്മൾ ദൈവരാജ്യ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം ഇവയിൽ ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർ കൊള്ളാവുന്നവരാകാൻ, മനുഷ്യർ കൊള്ളാവുന്നതേത് പ്രസാദിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ആത്മാവതയിൽ ദൈവവേല ചെയ്ത് നിർത്തിയായെന്ന് പറഞ്ഞു പോകുന്നവരാണ്. നമ്മുടെ പിതാക്കന്മാർ ഒത്തിരി കടം വാങ്ങിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. കടം വീട്ടാൻ നമ്മൾ ബാധ്യതരാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും പ്രാവർത്തിക്കുന്ന പ്രക്രിയയാണ്. യേശുവിൻ്റെ വരവ് വരെയും അത് തുടരേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാവും. കോളേജിൽ പഠിച്ച് പരീക്ഷ പാസ്സാകുന്ന ഡ്യൂസ് മീൽ സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഹോൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഡ്യൂസ് മീൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അത് പണം അടയ്ക്കുന്ന കൗണ്ടറിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഏതെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ, കുടിശ്ശികയുണ്ടെങ്കിൽ അത് അടച്ചതിന് ശേഷം മാത്രമേ ഡ്യൂസ് മീൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പരീക്ഷ എഴുതി പാസ്സാകാനൊക്കെയുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവരാജ്യ കോളേജിൽ പാസ്സാകണമെങ്കിൽ പിതാക്കന്മാർ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്ത് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കടം വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന കാര്യം ഓർപ്പിക്കണം. അതിന് 5 നോയമ്പുകൾ, 25 നോയമ്പ്, 13 നോയമ്പ്, 15 നോയമ്പ്, 3 നോയമ്പ്, 50 നോയമ്പ്, പുതൻപള്ളി നോയമ്പ്, ഇതെല്ലാം ലോൺ തരാനുള്ള വ്യവസ്ഥകളായിരുന്നു. ഞങ്ങൾ നോമ്പെടുത്ത് കടം വീട്ടിക്കൊള്ളാം, അനുഗ്രഹം തരണം, ഞങ്ങളെ ജയിപ്പിക്കണം. കർത്താവ് യേശുക്ക് സമാധാനം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം പാടിക്കൊണ്ട് മനുഷ്യർ കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായാലും ജന്മസാഫല്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് 8 നോയമ്പ് എടുത്തപ്പോൾ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മാത്രം മതിയെന്ന് വിചാരിച്ച ശരിയാവും. 8 നോയമ്പ് പറഞ്ഞാൽ ഫൈൻ അടിക്കുന്ന കൗണ്ടറാണ്. 5 നോമ്പ് നോക്കാൻ ഞാൻ പണിഷ്മെൻ്റ് ഓർഡർ വന്നപ്പോൾ, ജപ്തി ഓർഡർ വന്നപ്പം 8 നോമ്പ് എടുത്തോളാവേ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കടന്ന് എൻ്റെ കൗണ്ടറിലോട്ട് വരാൻ പറഞ്ഞു. അന്ന് പിന്നെ എന്നും ഫീസ് ഈ ഫൈൻ അടച്ചിട്ട് കാര്യം നന്നാവുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് 8 നോയമ്പ് എടുത്തിട്ട് ആർക്കെങ്കിലും അനുഗ്രഹം കിട്ടിയെങ്കിൽ ഫൈൻ അടച്ചതുകൊണ്ടാണ് കാര്യം. നമുക്ക് ഫൈൻ അടച്ച ആളിനോട് നമുക്ക് കടപ്പാടുള്ളതായി. അതുകൊണ്ട് എത്രയും വേഗം 5 നോയമ്പ് എടുത്തോളാം, ബുധൻപള്ളി ഉപവാസം എടുത്തോളാം, എല്ലാ യാമപ്രാർത്ഥനകളിലും സങ്കീർത്തനക്കാരൻ്റെ യാമങ്ങൾ തോറും നിന്നെ സ്തുതിക്കാൻ ഞങ്ങൾ വന്നോളാം. ഈ വ്യവസ്ഥ പാലിച്ചവർക്ക് മാത്രമേ കടമെല്ലാം വീടിയിട്ട് പുതിയ സമ്പാദ്യത്തോടുകൂടെ നിത്യം ഒരുപാട് വായ്പ കൊടുക്കുന്ന ഒരു ബാങ്കിൻ്റെ, സ്വർഗത്തിലെ ബാങ്കിൻ്റെ ബ്രാഞ്ചായിട്ട് മാറാൻ സാധിക്കും. ബാങ്ക് ഓഫ് ഹെവൻ്റെ ബ്രാഞ്ചാകുന്നവർക്ക് നിത്യം കുർബാനമായിട്ട് അവരിങ്ങനെ വായ്പ. അങ്ങനെയാണോ? കടം വാങ്ങുന്നതിനേക്കാൾ കടം കൊടുക്കുന്നത് നല്ലത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം വേണമെങ്കിൽ ആത്മാക്കളുള്ള വിശുദ്ധന്മാരെല്ലാം കടം വീട്ടിയതിന് ശേഷം കടം കൊടുക്കുന്ന ബാങ്കുകളായിട്ട് മാറി ബാങ്ക് ഓഫ് ഹെവൻ്റെ ബ്രാഞ്ചുകളായി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം എത്ര കടം വീഴാനുണ്ടെന്ന് തോന്നി ആദ്യം കടം വീട്ടാൻ വേണ്ടി ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വരും, ഒത്തിരി കഷ്ടം സഹിക്കേണ്ടി വരും, ഒത്തിരി ചെലവ് ചുരുക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് കടം വീട്ടിയതിന് ശേഷം ആത്മാവിൽ നിറഞ്ഞതിന് ശേഷം കർത്താവ് പറയും കടം വീട്ടിയിരിക്കുന്നു, ഇനി പുതിയൊരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു, നീ സമ്പാദിക്കുന്നത് ഇട്ട് നല്ലൊരു തുകയാകുമ്പോൾ അതിൻ്റെ കൂടെ സ്വർഗത്തിൽ നിന്ന് കുറേ കൂടെ ഇട്ടിട്ട് നിനക്കൊരു കൊച്ചു ബാങ്ക് ആകാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു ചെറിയ തോതിൽ നമുക്ക് കടം കൊടുത്ത് തുടങ്ങാം. അത് നിങ്ങൾ വലിയ ബാങ്കുകളാകാൻ സാധിക്കും. അതാണ് നമ്മുടെ ജീവിതയാത്ര എന്ന കാര്യം ഓർപ്പിക്കുന്നു. അതിനുവേണ്ടി കേട്ട വചനം ധ്യാനമാക്കിക്കൊണ്ട് ഒരു അപേക്ഷ ദൈവം സമർപ്പിക്കണം. സ്വർഗ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചത് നമ്മൾ പൂർവ്വർ വാങ്ങിച്ചതെല്ലാം തിരികെ കൊടുക്കാതെ അതിൻ്റെ ജപ്തി ഓർഡർ വന്നു കിടക്കുമെന്നാണ് ഒന്നും തെളിഞ്ഞു വെച്ചാറ്. ക്ഷാമം, വാക്ക് പാലിക്കാഞ്ഞതിൻ്റെ കേസുകൾ, ചെയ്തതിനും ചെയ്യാഞ്ഞതിൻ്റെയും സിൻ ഓഫ് കമ്മീഷനാ സിൻ ഓഫ് കമ്മീഷൻ്റെ കേസുകളാണ് വന്നു കിടക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയാവൂ. അതെല്ലാം തീർക്കാമെങ്കിൽ നമ്മൾ അനേകർക്ക് നിത്യം കൃപാരമായിട്ട് വായ്പ കൊടുക്കുന്ന ഒരു ബാങ്ക് ആകാൻ സാധിക്കും. അന്ന് നമുക്ക് ജന്മസാവല്യോടനം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കേൾവിക്കാർക്ക് മതിയായിട്ട് മാക്കി അങ്ങോട്ട് കൊടുക്കാതെ പരനെ നിന്തിരു മുമ്പിൽ വരുന്നോരേ സമയേ പരേ
ചെയ്യുവാൻ കൃപയെ തന്നരുളുക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുളുക. മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ തന്നെ സ്വാധീനം ചെയ്യുവാനും ഞങ്ങളുടെ റൂളെ മനസ്സിലാക്കാനും കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കമല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ വചനപ്രകാരം കർത്താവിന്റെ തന്നെ എടുക്കാനും എടുക്കാനുള്ള അർഹത യോഗ്യത നമുക്കില്ലാന്ന് ഞങ്ങൾ പൂർണ്ണമായി സമ്മതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ശാരീരികവും മാനസികവുമായ പല ക്ഷാമങ്ങളുണ്ട്. ക്ഷാമത്തിന്റെ കാരണം കർത്താവെ ഞങ്ങളിന്ന് കേട്ട് കഴിഞ്ഞല്ലോ. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമം നോക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ക്ഷാപം കൊണ്ടാണെന്നും ക്ഷാപം വരുന്ന വഴികളെ അടച്ചിട്ട് അനുഗ്രഹം വരുന്ന വഴികൾ തുറന്ന് വിശുദ്ധമായി ജീവിക്കാൻ്റെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ക്ഷാമത്തെ കർത്താവെ ക്ഷേമമായി പോറ്റാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരുമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക ക്ഷാമങ്ങളുണ്ട്, സ്നേഹത്തിന് ക്ഷാമമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങൾ ക്ഷാമം അനുഭവിച്ചാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ഈ ക്ഷാമത്തിന്റെ കാരണം ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വരും കൂടെ പല തീരുമാനങ്ങളെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ പല നേർച്ചകളും കാര്യങ്ങളും അർപ്പിച്ചിട്ട് കർത്താവ് ഞങ്ങൾ ചെയ്യാതെ പോയതിന്റെ കാരണമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ പല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. മാമോദിസായിലൂടെ ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അസുധാത്മാവിനെ ഇറക്കി വിട്ടെങ്കിലും ഞങ്ങൾ വീണ്ടും തിരിച്ച് അസുധാത്മാവിനെ കയറ്റി ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയതായി അങ്ങനെ ഒരു ഉടമ്പടി കർത്താവിനോട് ചെയ്തിട്ട് ഉടമ്പടി ഞങ്ങൾ നിറവേറിയിട്ടില്ല. കർത്താവിന് വേണ്ടി ഞങ്ങൾ പലപ്പോഴും ജീവിക്കാമെന്നും കർത്താവെ പല വാക്കുകൾ ഞങ്ങൾ കർത്താവിനെ സ്വീകരിക്കണമെന്നും കർത്താവിന് വേണ്ടിയാണ് ഞങ്ങളെ സമർപ്പിക്കപ്പെട്ടതെന്നും ഒക്കെ ഞങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ തീരുമാനമൊന്നും ഞങ്ങളുടെ ഉടമ്പടി ഒന്നും പുതുക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. 12ാമത്തെ വയസ്സിൽ കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവിന്റെ കൊതി തീർക്കാമെന്ന് പറഞ്ഞ് കർത്താവിന്റെ കൂടെ ഇരുന്ന് കൊതി തീർക്കാൻ വേണ്ടി കർത്താവ് ഇതുവരെ ഞങ്ങൾ വന്നിട്ടുമില്ല, കൊതി തീർത്തിട്ടുമില്ല, ഇരുന്നിട്ടുമില്ല. അങ്ങനെ കർത്താവിനെ ദൈവമക്കളായി സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന അവകാശമുണ്ട്. ദൈവമക്കളായി ഇവരെയും കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ രക്ഷിക്കുന്ന എവർക്കും ദൈവമക്കളാകാൻ ഞങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടോ കർത്താവിനെ കൈക്കൊണ്ടിട്ട് ഇറക്കി വിട്ടവരായിക്കൊണ്ട് അതുകൊണ്ടൊന്ന് ദൈവമക്കളെന്ന പദവി ഞങ്ങൾ നഷ്ടപ്പെടുത്തി ആ ഉടമ്പടി ഞങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. അങ്ങനെ പാപത്തിന്റെ ഊപാരം ഞങ്ങളുടെ ജീവിതത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് കർത്താവെ ഞങ്ങളിന്ന് വീണ്ടും പലപ്പോഴും ഞങ്ങളോട് പലരിൽ നിന്ന് സ്നാനപ്പെടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്നാനം ഞങ്ങൾ മറന്നിട്ട് വീണ്ടും ഞങ്ങൾ സ്നാനം എന്താണെന്ന് തിരിച്ചറിയാതെ വീണ്ടും പോയി മുങ്ങുന്നൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ ക്ഷാമത്തിന്റെ കാലമാണത്. അത് ഞങ്ങളുടെ ക്ഷാമം ഞങ്ങൾ വലിച്ചു വെച്ചാണെന്ന് മനസ്സിലാക്കാതെ ഇന്നത് ദൈവത്തിന്റെ പദ്ധതിയും തിരിച്ചറിയാതെ ഞങ്ങൾ സഭയെയും ഞങ്ങളെയും ഞങ്ങൾ പലപ്പോഴും വഞ്ചിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ കിട്ടിയ സ്നേഹം, മാതാപിതാക്കളെടുത്ത തീരുമാനം, മാതാപിതാക്കൾ കർത്താവെ ഞങ്ങൾക്ക് പലപ്പോഴും വീണ്ടും ജനനത്തിന്റെ അനുഭവം വന്നിട്ടുണ്ട്. ആ അനുഭവം ഞങ്ങൾ നഷ്ടപ്പെടുത്തി. അത് ഞങ്ങളുടെ മാതാപിതാക്കളോട് ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. വീണ്ടും ജനനത്തിന്റെ അനുഭവം ഒന്നുകൂടെ പുതുക്കി ഞങ്ങൾ വീണ്ടും ജനിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് കൊള്ളാവുന്നതായി തീർന്ന കർത്താവെ അങ്ങനെ ഞങ്ങൾ പുതിയ സൃഷ്ടികളായി മാറിക്കൊണ്ട് ദൈവം നല്ലവണ്ണം തിരിച്ചറിയാൻ കൊണ്ട് ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമം വന്ന വഴികൾ സൗദിലൂടെ കർത്താവെ ക്ഷാമത്തിന്റെ പദ്ധതികൾ കയറി വന്ന് കൂമ്പാരങ്ങൾ കൂട്ടിവെച്ച് അസ്ഥികൾ പറക്കിയതിനെ കുറിച്ച് ഇന്നലെ ഞങ്ങൾ കേട്ടു. അത് വീണ്ടും കേട്ടിട്ട് പ്രാർത്ഥന കൈക്കൊണ്ടതിനെ കുറിച്ച് ഞങ്ങളുടെ അനുഭവം ദാവീദിലൂടെയും സൗലിലൂടെയൊക്കെ ഞങ്ങൾ അനുഭവം യോനാഥാന്റെ കാര്യങ്ങൾ യേശുവിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും പാപത്തിന്റെ കൂമ്പാരങ്ങൾ ഞങ്ങളുടെ പൂർവ്വികരുമായി കൂട്ടിവെച്ച എല്ലാ അവസ്ഥകളോട് ഞങ്ങൾ പൂർണ്ണമായി കർത്താവെ വിട പറഞ്ഞിട്ട് കർത്താവെ അനന്തരം കയറി വരുന്ന വഴികൾ കർത്താവെ തുറക്കുവാനും അത്യാഗ്രഹത്തോടുകൂടി ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയതിനെ എല്ലാം ഞങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക അത്യാഗ്രഹങ്ങൾ സൗദിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് സമ്മതിക്കുന്നു. അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് വിലോമോനെ പോലെ കർത്താവെ വിലോമോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ പൗലോസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ കടലായിരുന്നതിനെ മനസ്സാന്തരപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി അതിനെ സ്നാനപ്പെടുത്തി ദൈവമാനായി തീർന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരേക്കാരനായി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വിലോമോന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും പലതരം ഞങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ വല്ലാത്ത ആഹാരസ്ഥാപനങ്ങളും സ്നേഹങ്ങളും ഞങ്ങളുടെ ഒരുക്കവാങ്ങലുകളും ഒക്കെ ഞങ്ങൾക്കല്ലാത്തതും ഞങ്ങൾക്ക് അറിവില്ലാത്തതും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെയൊക്കെ ദൈവത്തിന് സന്നിധി പുറത്തൊന്ന് ശുദ്ധീകരണം പ്രാപിക്കാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കയറി പിടിച്ചു വെച്ചിരിക്കുന്ന കേസുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് സമ്മതിക്കുന്നു. അതിനോടെല്ലാം പൂർണ്ണമായി ഞങ്ങൾ വിട പറഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് നല്ലവണ്ണം രുചിച്ചറിയണമെങ്കിൽ കർത്താവ് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണെന്ന് പറഞ്ഞ വചനപ്രകാരം ഹൃദയം നുറുങ്ങിയവർക്ക് യോഗം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ വചനപ്രകാരം ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിക്കൂടി അവിടുന്ന് കടന്നു വന്ന് കർത്താവിനെ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പരിശുദ്ധ മാതാവ് പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ലാസ്റ്റ് അവിടുത്തെ വാക്ക് പോലെ ഭവിച്ചിട്ടെന്ന് പറഞ്ഞ് ഒറ്റ കല്യാണം പോലും വേണ്ടാന്ന് വെച്ചാൽ കർത്താവിന്റെ മാതാക പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ ഞങ്ങളുടെ ഗുരുക്കന്മാരിലൂടെ ദൈവത്തിന്റെ മക്കളിലൂടെ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേസ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്നാ പരിശുദ്ധ മാതാവിനെ യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ച് കർത്താവിന്റെ അമ്മയായി തീരുന്ന ഗുരുക്കന് എവിടെ നോക്കേണ്ട വന്നത് കർത്താവ് അത് വചനം അനുസരിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ഇന്ന് വചനം അനുസരിക്കാത്തതുകൊണ്ട് കർത്താവിനുള്ളവരെ ഞങ്ങൾ തള്ളിക്കളഞ്ഞ് കർത്താവിന്റെ മക്കളുടെ പദവി ഞങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണെന്നും ഞങ്ങൾ സംബന്ധിക്കുന്നു. കർത്താവ് പരിശുദ്ധ മാതാവിന് കാറ്റടിയും ചിറകടിയും നെല്ലടിയും കിട്ടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിയും നെല്ലടിയും ചിറകടിയും കിട്ടി കർത്താവിന് അംഗീകാരബോധം സംരക്ഷണബോധം വിജയബോധമില്ലാതെ ഞങ്ങൾ അതിനുവേണ്ടി കലക്കം പായുകയാണ്. മറ്റുള്ളവർ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതും അവർക്ക് ചെയ്തു കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതും പോരാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് തടഞ്ഞു പറ്റാത്ത ഞങ്ങളുടെ കൃഷിയിൽ ആത്മഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത കൃഷിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ
ഞങ്ങൾക്ക് നിലങ്ങൾ ഉള്ളിൽ ഞങ്ങൾ നല്ലവണ്ണം ആ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയാത്ത സ്നേഹം കൊല്ലുകളും സ്നേഹം മുടക്കുകളും കർത്താവെ സന്തോഷം കൊല്ലുകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി പിടിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. അതിനോടെല്ലാം ഞങ്ങൾ ഇവിടെ പറഞ്ഞൊരു പരിശുദ്ധാത്മാവിൽ മുറിവേണ്ടി പ്രഭാവിച്ചുകൊണ്ട് കർത്താവെ ഇന്ന് ഞങ്ങൾ ലംഘിച്ച ഉടമ്പടികളെ തിരിച്ചെടുത്തുകൊണ്ട് ഞങ്ങളെല്ലാം നൊയ്കളോടും നോക്കി കർത്താവിന്റെ കണ്ണൽ കുറിച്ചിട്ട് ചുവട്ടിൽ നിന്നുകൊണ്ട് മുതലുകളിലെല്ലാം ഞങ്ങൾ നൊയ്കൾ നോക്കി കർത്താവിന്റെ അംഗീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു പുതിയ തീരുമാനത്തോടെ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ സകലത്തിനെയും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് എല്ലാം ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അസ്ഥിതമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ നൊഴികളില്ലാമെന്ന് സമ്മതിച്ചുകൊണ്ട് അതിനോടെല്ലാം ഞങ്ങൾ വിട പറഞ്ഞിട്ട് കർത്താവിനെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞ് ഞങ്ങൾ യേശുവിനെ വന്ന് യേശുവിനെ വേണ്ട ഞങ്ങൾക്ക് ആരെയും വേണ്ട ഒന്നും വേണ്ട യേശുവിനെ മാത്രം മതി യേശു തരുന്നത് മതി തരുന്നോളം മതി തരുന്ന സമയത്ത് മതി തരുന്നത് മധുരമായിക്കോട്ട് കൈപ്പായിക്കോട്ട് അത് മതി പാവപ്പാവിന്റെ തലേ അതിന്റെ തകർത്തുകളെക്കൊണ്ടാണ് അതിന്റെ വാലെ പിടിച്ച് സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞ ഏതും തോട്ടം കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി തിരിച്ചെടുക്കൊണ്ടാണ് പാപത്തിലൂടെ നിശ്ചയം തോട്ടത്തെ വീണ്ടും തിരിച്ചെടുക്കുകൊണ്ട് കർത്താവിന്റെ ശരീരം കൊല്ലത്തിലൂടെക്കാളും പാവപ്പാവിന്റെ വേഗത്തിൽ കാഴ്ചയെ ചവിട്ടിക്കളയുന്ന വചനപ്രകാരം അഭിഷേകത്തിലൂടെ ഇത് ചെയ്യുന്ന വലിയ വേലകൾക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തിരിച്ചുകൊടുത്ത് വാർത്ത സിനിമയുടെ കേസുകളെല്ലാം പാവപ്പാമ്പുകളെ തന്നെ അഭിഷേകത്തിലൂടെ ഭാഗമാണെന്നെ ചവിട്ടി സമുദ്രത്തോട് മാറ്റിക്കേട്ട് പകരം കൊടുത്ത് ഇന്ന് ചെയ്ത എല്ലാ വേലകൾക്കായി ഞങ്ങൾക്ക് സമൂഹത്തിൽ അനുഗ്രഹത്തിനെല്ലാം നന്ദി പറയുന്നു. എല്ലാ ദൈവം മഹത്വത്തിനും ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി തരുവാൻ കർത്താവിന്റെ സമയത്തിനായി കർത്താവിന്റെ ഹിതത്തിനായി ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുതരുന്നു. പ്രാർത്ഥന കേൾക്കാൻ ഞങ്ങളെ സ്തുതി